ലൂഫിയെ അടച്ചു വെച്ചിരിക്കുന്ന ബുക്ക് തുറന്ന് സ്ട്രോ ഹാറ്റ് ലൂഫി, ഒരുപാട് നാളായല്ലോ ഒന്ന് സംസാരിച്ചിട്ട്. ഇത് ബിഗ് മോം ആണ് സംസാരിക്കുന്നേ. ഹേ ബിഗ് മോം തള്ളേ, എന്നെ ഇവിടെ നിന്ന് അഴിച്ചു വിടറി, ഒന്ന് വായടക്കി തള്ളേ. നിങ്ങൾക്ക് എന്റെ കൂടെ ഫൈറ്റ് ചെയ്യണമെങ്കിൽ വന്ന് ഇപ്പൊ ഫൈറ്റ് ചെയ്യേ. ഞാൻ നിങ്ങളുടെ കൂടെ ഇപ്പോ ഇവിടെ വെച്ച് ഫൈറ്റ് ചെയ്യാൻ തയ്യാറാണ് എന്ന് ബിഗ് മോമിനോട് ലൂഫി ദേഷ്യത്തോടെ പറയാണ്. ലൂഫി പറയുന്നത് കേൾക്കുന്ന ബിഗ് മോം ആവട്ടെ സാഞ്ചി കല്യാണത്തിന് സമ്മതിച്ചു. ഇനി നിങ്ങൾ ഈ കല്യാണത്തിന് തടസ്സം നിൽക്കാതെ സാഞ്ചിയെ ശല്യപ്പെടുത്താതെ ഇവിടെ നിന്ന് പോവെന്നുണ്ടെങ്കിൽ മാത്രം നിങ്ങളെ ഇവിടെ നിന്ന് വെറുതെ വിടാം എന്ന് പെരേതള പറയാണ്. അതായത് സാഞ്ചിയെ രക്ഷപ്പെടുത്തി അവനെ തിരിച്ച് അവരുടെ ക്രൂവിലേക്ക് കൊണ്ടുപോകാന്നുള്ള പ്ലാൻ അവസാനിപ്പിച്ച് അവിടെ നിന്ന് അവർ എത്രയും പെട്ടെന്ന് തിരിച്ചു പോകണം. അങ്ങനെയാണെങ്കിൽ മാത്രം അവരെ വെറുതെ വിടും. ഈ ഒരു ഓഫർ ലൂഫിയുടെ മുമ്പിലേക്ക് ബിഗ് മോം നീട്ടി. പക്ഷേ നമുക്ക് നമ്മുടെ ക്യാപ്റ്റനെ അറിയാലോ, ഒരു കാര്യം തീരുമാനിച്ച് അത് ചെയ്തേ അടങ്ങുള്ളൂ. സാഞ്ചിയെ കൊണ്ടുപോകാൻ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ ലൂഫി കൊണ്ടേ പോകൂ. പണ്ട് ഫിഷ്മാൻ ഐലൻഡിൽ വെച്ച് ലൂഫി ചെയ്ത കാര്യമൊന്നും ബിഗ് മോം മറന്നിട്ടില്ല. അന്ന് ഫിഷ്മാൻ ഐലൻഡിലെ ആൾക്കാര് ബിഗ് മോമിന് കൊടുക്കാൻ വെച്ചിരുന്ന ക്യാൻഡീസും അവിടുത്തെ ക്യാൻഡി ഫാക്ടറീസും അന്ന് ലൂഫി ഉൾക്കൊണ്ട ആ ഫൈറ്റിൽ നശിച്ചുപോയി. പക്ഷെ അതിന് പകരമായിട്ട് ലൂഫി എന്ത് ചെയ്തു? അവർക്ക് അവിടെ വെച്ച് കിട്ടിയ ട്രഷർ മുഴുവൻ ഫിഷ്മാൻ ഐലൻഡിലെ രാജാവ് അവരോട് എടുത്തോളം പറഞ്ഞ ട്രഷർ മുഴുവൻ ഫിഷ്മാൻ ഐലൻഡിലെ ജനങ്ങൾക്കൊരു പ്രശ്നം ഉണ്ടാവാതിരിക്കാൻ അത് ലൂഫി ബിഗ് മോമിന് കൊടുത്തു. പോരാത്തതിന് ലൂഫി ബിഗ് മോമിനെ വെല്ലുവിളിക്കുകയും ചെയ്തു. എന്നാൽ ഇപ്പൊ ബിഗ് മോം അന്ന് അവനാ പറഞ്ഞതിന് അവനെ ഒന്നും ചെയ്യുന്നില്ല എന്ന് പറയുന്നു. അതിന് കാരണം ലൂഫി അന്ന് ബിഗ് മോമിന് കൊടുത്തയച്ച ട്രഷറിൽ ടമാറ്റോ ബോക്സ് എന്ന് പറയുന്ന ഒരു ട്രഷർ ബോക്സ് ഉണ്ടായിരുന്നു. അത് ഫിഷ്മാൻ ഐലൻഡിലെ ഒരു പ്രധാനപ്പെട്ട ട്രഷർ ബോക്സ് ആണ്. അത് അങ്ങനെ അവർ ആർക്കും കൊടുക്കൊന്നുമില്ല. എന്നാൽ അതെങ്ങനെ അവര് ലൂഫിക്ക് കൊടുത്തു എന്ന് മാത്രം ബിഗ് മോമിന് മനസ്സിലായില്ല. എന്നാൽ ആ ടമാറ്റോ ബോക്സ് ഇപ്പൊ ബിഗ് മോമിന്റെ കയ്യിലുണ്ട്. ട്രഷേഴ്സ് എപ്പോഴും ബിഗ് മോമിന് ഇഷ്ടമുള്ള ഒരു കാര്യമാണ്. നാളെ കല്യാണം നടക്കുന്ന ദിവസം ആ ടമാറ്റോ ബോക്സ് അവിടെ വെച്ച് തുറക്കാനാണ് ബിഗ് മോം തീരുമാനിച്ചിരിക്കുന്നത്. പക്ഷെ അത് യഥാർത്ഥത്തിലുള്ള ടമാറ്റോ ബോക്സ് അല്ല എന്നുള്ള കാര്യം ഫിഷ്മാൻ ഐലൻഡിൽ കണ്ട ആൾക്കാർക്ക് അറിയാം. ഇനി അത് ഓർമ്മയില്ലെങ്കിൽ അതെന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. പണ്ട് ഫിഷ്മാൻ ഐലൻഡിൽ ഉണ്ടായിരുന്ന ഈ ടമാറ്റോ ബോക്സിൽ എനർജി സ്റ്റിറോയിഡ്സ് ആയിരുന്നു ഉണ്ടായിരുന്നത്. അതായത് ഹോഡി ജോൺസും അവന്റെ ക്രൂവും കഴിച്ച ആ ഡ്രഗ്സ് ഇല്ലേ, അതാണ് ഈ എനർജി സ്റ്റിറോയിഡ്സ്. അന്ന് ആ എനർജി സ്റ്റിറോയിഡ്സ് കിട്ടാൻ വേണ്ടി ഹോഡി ജോൺസും അവന്റെ ക്രൂവും ചേർന്ന് ആ ടമാറ്റോ ബോക്സ് മോഷ്ടിച്ചു. അതിനുശേഷം ഇനി ആരും ആ ടമാറ്റോ ബോക്സ് മോഷ്ടിക്കാതിരിക്കാൻ ഫിഷ്മാൻ ഐലൻഡിലെ മിനിസ്റ്റർ ആ ടമാറ്റോ ബോക്സിൽ ഒരുപാട് പൊട്ടുന്ന എക്സ്പ്ലോസീവ് ആയിട്ടുള്ള സാധനങ്ങൾ വെച്ചു. അതായത് ആ ടമാറ്റോ ബോക്സ് മോഷ്ടിക്കുന്ന ആൾക്കാർക്ക് ഒരു പണി കൊടുക്കാൻ വേണ്ടി അവിടുത്തെ മിനിസ്റ്റർ ആ ബോക്സിന്റെ അകത്ത് ഒരുപാട് ബോംബ് വെച്ചു. ഈ കാര്യങ്ങളൊന്നും അറിയാതെ ആ ബോക്സ് ഇപ്പൊ ബിഗ് മോമിന്റെ കയ്യിലേക്ക് എത്തി. ഇനി നടക്കാൻ പോകുന്ന ടീ പാർട്ടിയിൽ വെച്ച് അവരത് തുറക്കാനാണ് പോകുന്നത്. ബാക്കി എന്താണെന്ന് നമുക്ക് കണ്ടറിയാം. ഇപ്പൊ സ്റ്റോറിയിലേക്ക് തിരിച്ചു വരുമ്പോ നാമിയുടെ കയ്യിൽ നേരത്തെ ബിഗ് മോമിന്റെ വീവർ കാർഡ് ഉണ്ടായിരുന്നല്ലോ. അത് നാമിക്ക് കിട്ടിയത് ബിഗ് മോമിന്റെ മകൾ ലോലയെ നാമി കൊന്നതിന് ശേഷം അത് അവൾ എടുത്തു എന്നാണ് ബിഗ് മോം വിചാരിച്ചു വെച്ചിരിക്കുന്നത്. പക്ഷെ അത് അങ്ങനെയൊന്നുമല്ല. ഞങ്ങൾ രണ്ടുപേരും ഫ്രണ്ട്സ് ആണ്, എന്നെ സഹായിക്കാൻ വേണ്ടിയാണ് ലോല ആ വീവർ കാർഡ് എനിക്ക് തന്നത് എന്ന് നാമി തിരിച്ച് ബിഗ് മോമിനോട് പറയുമ്പോ അത് കേൾക്കുന്ന പെരിയതളയ്ക്ക് ദേഷ്യം വന്നു. കാരണം ബിഗ് മോമിന് ലോലയോട് ഒരുപാട് ദേഷ്യമുണ്ട്. അവൾ ആരുടെയെങ്കിലും കൈകൊണ്ട് മരിക്കണം, അല്ലെങ്കിൽ അവളെ എന്റെ ആൾക്കാരെ പറഞ്ഞയച്ചു കൊല്ലും എന്നാണ് പെരിയതള പറയുന്നത്. അതിന്റെ കാരണം എന്താണെന്ന് വെച്ചാൽ ബിഗ് മോമിന്റെ ഐലൻഡില് എല്ലാ തരത്തിലുള്ള ആൾക്കാരും ഉണ്ട്. പക്ഷെ ജയന്റ്സ് മാത്രമല്ല, ജയന്റുകളുടെ ഒരു കുറവ് മാത്രം ആ ഐലൻഡിലുണ്ട്. അത് ബിഗ് മോമിന്റെ വലിയൊരു പരാജയം കൂടെയാണ്. അതുകൊണ്ട് ബിഗ് മോം എന്ത് ചെയ്തു എന്ന് വെച്ചാൽ ജയന്റുകളുമായിട്ടൊരു കണക്ഷൻ ഉണ്ടാക്കിയെടുക്കാൻ ജയന്റുകളുടെ കിങ്ഡത്തിലെ പ്രിൻസും തന്റെ മകൾ ലോലയുമായിട്ടുള്ള കല്യാണം ബിഗ് മോം ഉറപ്പിച്ചു. എന്നാൽ ലോലയാവട്ടെ ആ കല്യാണത്തിൽ താല്പര്യമില്ലാതെ തനിക്കൊരു പൈററ്റ് ആവാൻ വേണ്ടി പണ്ട് അവിടെ നിന്ന് ഒളിച്ചോടി പോയി. അന്ന് ജയന്റുകളുടെ കിങ്ഡത്തിലെ പ്രിൻസും ലോലയുമായിട്ടുള്ള കല്യാണം നടന്നിരുന്നെങ്കിൽ അത് ബിഗ് മോമിന് കിട്ടാൻ പോകുന്നതിലും വെച്ച് ഏറ്റവും വലിയൊരു ബന്ധമായിരുന്നു. ജയന്റുകളുടെ സഹായത്തോടെ ബിഗ് മോമിന് എന്ത് വേണമെങ്കിലും ചെയ്യാൻ പറ്റും. ജയന്റുകളുടെ ആ ഒരു വലിയ ആർമി ഉണ്ടെങ്കിൽ കൈഡോ, ഷാങ്സ്, എന്തിന് വൈറ്റ് ബിയർഡ്, ഇവരെ മൂന്നുപേരെയും എപ്പോഴോ തോൽപ്പിക്കാൻ കഴിയുമായിരുന്നു എന്ന് ബിഗ് മോം പറയുന്നു. അതായത് അത്രത്തോളം ശക്തിയുണ്ട് ജയന്റുകളുടെ ആർമിക്ക്. എന്നാൽ അന്ന് ലോല കാരണം ബിഗ് മോമിന് വലിയൊരു നഷ്ടം സംഭവിച്ചു. അതുകൊണ്ടാണ് പെരിയതള്ളയ്ക്ക് ലോലയോട് ഇത്രയും അധികം ദേഷ്യം വരാൻ കാരണം. ഈ കാര്യങ്ങളൊക്കെ പെരിയതള്ള പറഞ്ഞത് കേൾക്കുന്ന ലൂഫിക്ക് അത് വളരെ ബോറിംഗ് ആയിട്ടുള്ള ഒരു കഥയായിട്ടാണ് തോന്നുന്നത്. കാരണം തന്റെ ആഗ്രഹങ്ങൾക്ക് വേണ്ടി മറ്റുള്ളവരെ ഉപദ്രവിക്കാനോ അവരുടെ സ്വപ്നങ്ങൾ തല്ലി തകർക്കാനോ അവരെ ഒരിക്കലും പിടിച്ചു വെക്കാനോ ലൂഫി ആഗ്രഹിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ ലോല തന്റെ ഇഷ്ടപ്രകാരം അവിടെ നിന്ന് പോയതിന് ലൂഫിക്ക് ഒരു അത്ഭുതവുമില്ല. എന്നിട്ട് ലൂഫി പെരിയതള്ളയോട് തന്റെ കൂടെ വന്ന് ഫൈറ്റ് ചെയ്യാൻ ആവശ്യപ്പെടുന്നു. പക്ഷെ ജയിലിന്റെ അകത്ത് അടച്ചു വെച്ചിരിക്കുന്ന ഒരുത്തിന്റെ കൂടെ ഫൈറ്റ് ചെയ്യാൻ ബിഗ് മോമിന് പ്രാന്തൊന്നുമില്ല. അതിനേക്കാൾ പ്രധാനപ്പെട്ട കാര്യങ്ങൾ ബിഗ് മോമിന് ചെയ്ത് തീർക്കാനുണ്ട്. ഇതേ സമയത്ത് ബ്രൂലി ക്യാരറ്റിനെ കുക്ക് ചെയ്യാൻ തയ്യാറായിക്കൊണ്ടിരിക്കുകയാണ്. എന്നാൽ അവിടെ കെട്ടി തൂക്കിയിട്ടത് ശരിക്കുള്ള ക്യാരറ്റിനെ അല്ല, പകരം ബ്രൂലിയുടെ പവർ കാരണം മാറിയ ഒരു തവളയാണ്. നേരത്തെ ബ്രൂലി ക്യാരറ്റിനെയും ചോപ്പറിനെയും പിടിക്കാൻ ശ്രമിക്കുന്ന സമയത്ത് അവളുടെ പവർ ഉപയോഗിച്ച് ഒരുപാട് ഫേക്ക് ആയിട്ടുള്ള ചോപ്പറിനെയും ക്യാരറ്റിനെയും അവൾ ഉണ്ടാക്കി. ആ സമയത്ത് ചോപ്പറിനെ അവൾ പിടിച്ചു. പക്ഷേ ക്യാരറ്റിനെ പിടിച്ചപ്പോൾ മാറിപ്പോയി. ഇത് നമ്മുടെ ചോപ്പറിന്റെയും കൂടി ഒരു പ്ലാൻ ആയിരുന്നു. ഇപ്പൊ ശരിക്കുള്ള ക്യാരറ്റ് എല്ലാ കാര്യങ്ങളും കണ്ടുകൊണ്ട് ആ വീടിന്റെ മുകളിൽ തന്നെയുണ്ട്. ശേഷം ചോപ്പർ നിർദ്ദേശം കൊടുക്കുന്ന സമയത്ത് ക്യാരറ്റ് പുറത്തേക്ക് ചാടി വന്ന് അവിടെ തിളച്ചുകൊണ്ടിരിക്കുന്ന വെള്ളം ബ്രൂലിയുടെ ദേഹത്തേക്ക് ചവിട്ടി തള്ളിയിട്ടു. ചൂട് കാരണം ബ്രൂലി പൊള്ളി ഒരു പരുവായി. അടുത്തത് ചോപ്പർ ചങ്ങല പൊട്ടിച്ച് അവന്റെ ജയന്റ് ആയിട്ടുള്ള ഫോമിലേക്ക് മാറി. അങ്ങനെ അവിടെയുള്ള എല്ലാത്തിനെയും അവൻ തൂക്കിയെടുത്ത് അടിക്കുന്നു. അങ്ങനെ അവസാനം ചോപ്പറും ക്യാരറ്റും ചേർന്ന് ബ്രൂലിയെ കീഴ്പ്പെടുത്തി അവളെ പിടിച്ചൊരു ചാക്കിന്റെ അകത്ത് കെട്ടിവെച്ചു. ആ മിറർ വേൾഡിലെ മിറേഴ്സ് മുഴുവൻ പുറത്തുള്ളതാണെന്ന് നമുക്കറിയാം. അതായത് വോൾക്കേക്ക് ഐലൻഡിലെ മുഴുവൻ കണ്ണാടിയും ഈ മിറർ വേൾഡിലെ കണ്ണാടികളുമായിട്ട് കണക്റ്റഡ് ആണ്. അപ്പൊ മിറർ വേൾഡിലെ കണ്ണാടികളിലൂടെ അവർക്ക് വോൾക്കേക്ക് ഐലൻഡിൽ നടക്കുന്ന എല്ലാ കാര്യങ്ങളും കാണാൻ പറ്റും. അതുപോലെ ഈ മിറർ വേൾഡ് കൺട്രോൾ ചെയ്യുന്നത്
ക്രൂലിയല്ലേ. സോ ഇപ്പൊ അവളുടെ ഈ ഒരു പവർ ഉപയോഗിച്ച് ചോപ്പറും ക്യാരറ്റും അവരുടെ ക്രൂവിലുള്ള എല്ലാവരെയും ആ ഐലൻഡിൽ കുടുങ്ങിപ്പോയ എല്ലാവരെയും കണ്ടുപിടിച്ച് ആ മിറോ വേൾഡിലേക്ക് കൊണ്ടുവരാൻ പോവാണ്. ഇതേ സമയത്ത് പോണിഗ്ലിഫുൾ ആ റൂം മുഴുവൻ ഒരുപാട് ഗാർഡ്സ് പ്രൊട്ടക്ട് ചെയ്യുന്നുണ്ട്. അവിടെ എത്രത്തോളം സ്ട്രോങ് ആക്കാൻ പറ്റുമോ അത്രത്തോളം സ്ട്രോങ് ആയിട്ടുണ്ട്. ഒരു സ്വീറ്റ് ജനറൽ, ഒരുപാട് ഹോമീസ്, ബാരൻ ടമാഗോ, കൂടാതെ മറ്റു കുറച്ച് സോൾജേഴ്സും. ഇങ്ങനെയുള്ള ഈ ഒരു സ്ഥലത്തേക്കാണ് നമ്മുടെ ബ്രൂക്കും പെഡ്രോയും കയറി വരാൻ പോകുന്നത്. ആദ്യം തന്നെ പെഡ്രോ അവന്റെ പണി ആരംഭിച്ചു. പോണിഗ്ലിഫ് ഇരിക്കുന്ന ആ റൂമിന്റെ പുറത്തുള്ള എല്ലാ ഗാർഡ്സിനെ അറ്റാക്ക് ചെയ്തു. അപ്പൊ പുറത്തൊരുത്തൻ അറ്റാക്ക് ചെയ്യുന്നു എന്നുള്ള കാര്യം ആ റൂം പ്രൊട്ടക്ട് ചെയ്യുന്ന സ്വീറ്റ് ജനറൽ സ്മൂത്തിയും അവളുടെ കൂടെയുള്ള ബാരൻ ടമാഗോയും അറിയുന്നു. അതോടെ അവര് രണ്ടുപേരും കുറച്ച് ഗാർഡ്സും ചേർന്ന് പെഡ്രോയെ പിടിക്കാൻ വേണ്ടി അവന്റെ പുറകെ പോകുന്നു. ആ ഒരു സമയത്ത് ആ റൂമിലാകെ കുറച്ച് ഗാർഡ്സും മാത്രമേ ഉള്ളൂ. അതാണ് നമ്മുടെ ബ്രൂക്കിനും വേണ്ടത്. അതോടെ ബ്രൂക്ക് അവന്റെയും പണി ആരംഭിച്ചു. പുറത്തുള്ള എല്ലാത്തിനെയും വെട്ടിക്കീറി അവർ എത്രയും പെട്ടെന്ന് ആ ഡോർ ക്ലോസ് ചെയ്യുന്നതിന് മുമ്പ് ബ്രൂക്ക് ആ റൂമിന്റെ അകത്തേക്ക് വന്നു. പിന്നെ അങ്ങോട്ട് ബ്രൂക്കിന്റെ ഒരു അഴിഞ്ഞാട്ടമാണ്. അവിടെയുള്ള സോൾജേഴ്സിലെ കുറച്ച് ആൾക്കാർ ഹോമീസ് ആണ്, അതായത് പെരേതുള്ള സോള് കൊടുത്തുണ്ടാക്കിയ സോൾജേഴ്സ്. ആ സോൾജേഴ്സ് നമ്മുടെ ബ്രൂക്കിന്റെ മുന്നിൽ ഒന്നുമല്ല. ബ്രൂക്കിന്റെ മറ്റൊരു പേരെന്താ, സോൾ കിങ് എന്നാണ്. അവിടെയുള്ള ഹോമീസിന്റെ സോള് മുഴുവൻ അവൻ ഇല്ലാതാക്കാൻ സാധിക്കും. അങ്ങനെ ബ്രൂക്ക് ആ റൂമിലെ ആൾക്കാരുടെ കൂടെ മുഴുവൻ ഫൈറ്റ് ചെയ്ത് അവരെ എല്ലാവരെയും വെട്ടി തോൽപ്പിക്കുന്നു. ഈ ഒരു സമയത്താണ് പെഡ്രോയെ പിടിക്കാൻ പോകുന്ന സ്മൂത്തിക്കും ബാരൻ ടമാഗോയ്ക്കും അവർക്ക് പറ്റിയ ചതി മനസ്സിലാവുന്നത്. അതുകൊണ്ട് സ്മൂത്തി പോണിഗ്ലിഫുള്ള റൂമിന്റെ അവിടേക്കും ബാരൻ ടമാഗോയും അവന്റെ ആൾക്കാരും പെഡ്രോയെ പിടിക്കാൻ പോകുന്നു. ഇപ്പൊ പോണിഗ്ലിഫുള്ള റൂമിന്റെ ഡോർ ക്ലോസ് ചെയ്തുകൊണ്ട് സ്മൂത്തിക്ക് അകത്തേക്ക് പോകാൻ കഴിയില്ല. അകത്തുള്ള നമ്മുടെ ബ്രൂക്ക് ആവട്ടെ എല്ലാവരെയും വെട്ടി തോൽപ്പിച്ച് പോണിഗ്ലിഫ് ഇരിക്കുന്ന സെല്ല് തുറക്കാനുള്ള ചാവി എടുത്തു. പുറത്ത് നിന്ന് ഏതോ ഒരുത്തം വന്ന് അവിടെ അറ്റാക്ക് ചെയ്യുന്ന കാര്യം ഇതേ സമയത്ത് ബിഗ് മോമിന്റെ മക്കളും കൂടാതെ ബിഗ് മോമും അറിഞ്ഞു. ഈ കാര്യങ്ങളൊക്കെ അറിയുന്ന പെരിയതള്ളയാവട്ടെ പുറത്തുനിന്ന് വന്നവന്മാര് അവിടെയുള്ള ടൊമാറ്റോ ബോക്സ് മോഷ്ടിക്കാൻ വന്നാണെന്ന് വിചാരിച്ചു. ഇങ്ങനെ ദേഷ്യം വരുന്ന ബിഗ് മോം നേരെ വന്ന് ആ ട്രഷർ റൂമിന്റെ വാതിൽ ചവിട്ടി പൊളിച്ച് ബ്രൂക്കിന്റെ മുന്നിലേക്ക് വന്നു. അങ്ങനെ ബ്രൂക്കും പെരിയതള്ളയും നേർക്ക് നേരെ കണ്ടുമുട്ടി. ബ്രൂക്കിനെ കാണുന്ന ബിഗ് മോമിനാവട്ടെ ബ്രൂക്കിന്റെ പ്രത്യേക രൂപം കണ്ട് അവന് ഇഷ്ടപ്പെട്ടു. ഇതേപോലത്തെ വിചിത്രമായിട്ടുള്ള കാര്യങ്ങൾ ബിഗ് മോമിന് ഒരുപാട് ഇഷ്ടമാണ്. അതുകൊണ്ട് മാത്രം ബ്രൂക്കിനെ കൊല്ലാൻ പ്ലാനില്ല. പകരം തന്റെ ഒരു പെറ്റായിട്ട് അവനെ പിടിച്ചു വയ്ക്കാൻ ബിഗ് മോം തീരുമാനിച്ചു. ബിഗ് മോമിനെ കാണുന്ന ബ്രൂക്കിന് ഒരു തരി പേടിയില്ല. അവരെത്ര വലിയ എംബർ ആയിക്കോട്ടെ, ചാവാനാണെങ്കിലും തോൽക്കാനാണെങ്കിലും ഒരു കൈ നോക്കിയിട്ടേ ഇനിയുള്ളൂ കാര്യം എന്നൊരു രീതിയിലാണ് ബ്രൂക്ക് നിൽക്കുന്നത്. ബിഗ് മോമിന്റെ കൂടെ ഫൈറ്റ് ചെയ്യാൻ നിൽക്കുന്ന ബ്രൂക്കിന്റെ ആ ഒരു സീൻ ഉണ്ട്. രണ്ടുപേരും ആദ്യമായിട്ട് കണ്ടുമുട്ടുമ്പോ ഒരു തരി പോലും പേടിക്കാത്ത ബ്രൂക്ക് ഫൈറ്റ് ചെയ്യാൻ വേണ്ടി നിൽക്കുന്ന ആ ഒരു നിൽപ്പുണ്ടല്ലോ, കണ്ടിട്ട് തന്നെ രോമാഞ്ചം വന്നു. ഞാനൊരു എംബറാണ്, എന്റെ കൂടെ നിനക്ക് ഫൈറ്റ് ചെയ്യാൻ കഴിയില്ല, നിനക്ക് പിടിച്ചു നിൽക്കാൻ കഴിയില്ല എന്ന് ബിഗ് മോം ബ്രൂക്കിനോട് പറയുമ്പോ, നിങ്ങളൊരു എംബറോ എന്ത് തേങ്ങ വേണമെങ്കിലും ആയിക്കോട്ടെ, നിങ്ങളെ കണ്ട് പേടിച്ച് വാലും പൊക്കി ഓടുന്നവന്മാരെ നിങ്ങൾക്ക് അറിയാമായിരിക്കും. പക്ഷെ മോളെ ഇത് കര വേറെയാ. ബ്രൂക്ക് ബിഗ് മോമിനെ വിളിക്കുന്നത് ചെറിയ പെൺകുട്ടി എന്നാണ്. കാരണം ബിഗ് മോമിന്റെ അച്ഛന്റെ പ്രായം ഉണ്ടായിരിക്കും ബ്രൂക്കിന്. അതുകൊണ്ടാണ് ബ്രൂക്ക് അങ്ങനെ വിളിക്കുന്നത്. ഇപ്പൊ ബ്രൂക്കും ബിഗ് മോമുമായിട്ടുള്ള ഫൈറ്റ് അവിടെ വെച്ച് ആരംഭിക്കുന്നു. ഒരു ഫൈറ്റ് എന്നൊന്നും പറയാൻ കഴിയില്ല. ഒരു എംബറിന്റെ കൂടെ ഒരിക്കലും നമ്മുടെ ബ്രൂക്കിനെ പിടിച്ചു നിൽക്കാൻ കഴിയില്ല. അവൻ എത്രമാത്രം പേടിയില്ല എന്ന് പറഞ്ഞാലും ഒരു എംബറിന്റെ കൂടെ ഫൈറ്റ് ചെയ്യാൻ കഴിയണ്ടേ. രണ്ടുപേരും തമ്മിലുള്ള വ്യത്യാസം അത്രത്തോളം ഉണ്ട്. അങ്ങനെ അവർക്കിടയിൽ നടക്കുന്ന ഫൈറ്റില് ബിഗ് മോം ബ്രൂക്കിനെ നിസാരമായിട്ട് അടിച്ച് താഴെയിട്ടു. പക്ഷെ ബ്രൂക്കിനെ കൊല്ലുന്നില്ല, അവനെ തന്റെ കൂടെ പിടിച്ചു കൊണ്ടുവന്നു. എന്തിന്? പെറ്റാക്കാൻ വേണ്ടി. അതും ബ്രൂക്കിനെ. പെരിയതള്ള പെട്ടെന്ന് തന്നെ അവിടേക്ക് വന്നതുകൊണ്ട് ബ്രൂക്കിന് പോണിഗ്ലിഫിന്റെ പ്രിന്റ് എടുക്കാൻ സാധിച്ചില്ല. അവന്റെ ശരീരം മുഴുവൻ അന്വേഷിച്ചിട്ടും പ്രിന്റ് എടുത്തതിന്റെ ഒരു ലക്ഷണം പോലും ബിഗ് മോമിന് കിട്ടിയില്ല. അവന്റെ ശരീരത്തിൽ ആ പ്രിന്റിന്റെ കോപ്പി ഉണ്ടായിരുന്നില്ല. സോ പെരിയതള്ള ബ്രൂക്ക് ആ കോപ്പി എടുത്തിട്ടില്ല എന്ന് വിചാരിച്ച് അവനെ എടുത്തുകൊണ്ട് അവിടെ നിന്ന് പോയി. പോണിഗ്ലിഫിന്റെ പ്രിന്റ് എടുക്കുന്ന മിഷനില് ബ്രൂക്കിന്റെ കൂടെ പെഡ്രോയും ഉണ്ടായിരുന്നു. പെഡ്രോയ്ക്ക് എന്ത് സംഭവിച്ചു എന്ന് വെച്ചാൽ അവനെ പിടിക്കാൻ അവന്റെ പുറകെ ഒരുപാട് ഗാർഡ്സ് വെച്ച് പിടിച്ചു. അപ്പൊ അവരെയൊക്കെ അറ്റാക്ക് ചെയ്ത് അവരിൽ നിന്നൊക്കെ രക്ഷപ്പെട്ട് പെഡ്രോ ഒരുപാട് ദൂരം ഓടി. പക്ഷെ ഓടി ഓടി അവൻ അവസാനം എത്തിപ്പെടുന്നത് അവനെയും കാത്തു നിൽക്കുന്ന ബാരൻ ടമാഗോയുടെ മുന്നിലേക്കാണ്. രണ്ടുപേർക്കും ഒരുപോലെ ഒരു കണ്ണില്ല. അത് യാദൃശ്ചികമായിട്ട് ഉണ്ടായതല്ല. പകരം ബാരൻ ടമാഗോയുടെ കണ്ണെടുത്തത് പെഡ്രോയാണ്. അതേ സമയത്ത് തന്നെയാണ് പെഡ്രോയുടെയും കണ്ണുപോയത്. ഇപ്പൊ കണ്ടുമുട്ടിയ രണ്ടുപേർക്കും ഒരു പഴയ കണക്ക് തീർക്കാനുണ്ട്. അവരുടെ ആ ബാക്ക് സ്റ്റോറി പറയുമ്പോ എല്ലാം പറയണം. പണ്ട് ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പ് നോക്സ് പൈററ്റ്സ് എന്ന് പറയുന്ന ഒരു പൈററ്റ് ഗ്രൂപ്പ് പെഡ്രോ ആരംഭിച്ചു. അവരുടെ ലക്ഷ്യം ട്രഷറോ ഐലൻഡുകൾ മുഴുവൻ സഞ്ചരിക്കുകയോ എന്നതായിരുന്നില്ല. പകരം ലോകം മുഴുവൻ ഒളിഞ്ഞു കിടക്കുന്ന പോണിഗ്ലിഫ് കണ്ടുപിടിച്ച് അതെല്ലാം ശേഖരിച്ച് തിരിച്ച് സോയിലേക്ക് കൊണ്ടുപോകാനായിരുന്നു. അതായത് ക്യാറ്റ് വൈപ്പറിനെയും ഡ്യൂക്കിന്റെ അടുത്തും ഏൽപ്പിക്കാൻ. അതായിരുന്നു പെഡ്രോയുടെയും അവന്റെ കൂടെ തന്നെ സഞ്ചരിച്ചിരുന്ന സെപ്പോ എന്ന് പറയുന്ന മറ്റൊരു മിങ്കിന്റെയും ലക്ഷ്യം. അങ്ങനെ പോണിഗ്ലിഫ് കണ്ടുപിടിക്കുക എന്ന ലക്ഷ്യത്തോടെ പെഡ്രോയും സെപ്പോയും ഒരുമിച്ച് യാത്ര ആരംഭിച്ചു. എന്നാൽ അവരുടെ യാത്ര അധികകാലം നീണ്ടു നിന്നില്ല. അവർക്ക് വരാൻ പോകുന്ന ദുരന്തം എന്താണെന്ന് അറിയാതെ അവർ ബിഗ് മോമിന്റെ രാജ്യത്തിലേക്ക് കാലെടുത്തു വെച്ചു. അവിടുത്തെ പോണിഗ്ലിഫിന്റെ കോപ്പി മോഷ്ടിക്കാൻ വേണ്ടി. അന്ന് അവിടെ വെച്ച് നടന്ന ഏറ്റുമുട്ടലില് ബിഗ് മോമിന്റെ ക്രൂവിലെ ബാരൻ ടമാഗോയുടെ കണ്ണ് പെഡ്രോ വെട്ടുന്നതോടെ അവന് തന്റെ കണ്ണ് നഷ്ടപ്പെട്ടു. പക്ഷെ ഒരുപാട് നേരം പെഡ്രോയ്ക്കും സെപ്പോയ്ക്കും പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞില്ല. കാരണം അത് ബിഗ് മോമിന്റെ സ്ഥലമാണ്. ബിഗ് മോമും കൂടെ അവിടേക്ക് വരുന്നതോടെ രണ്ടുപേരെയും അവർ പിടിച്ചു. അതിനുശേഷം അവർക്ക് സംഭവിച്ചത് വളരെ ക്രൂരമായിട്ടുള്ള കാര്യമാണ്. പിടികൂടിയ രണ്ടുപേരും ചെയ്തത് വലിയ തെറ്റാണ്. അതുകൊണ്ട് അവർക്കുള്ള ശിക്ഷ ബിഗ് മോമിന്റെ റൂളറ്റ് തീരുമാനിച്ചു. ആ സ്പിന്നിംഗ് വീല് കറക്കിയപ്പോ അവരുടെ സോളിന്റെ 100 വർഷമാണ് അവർക്ക് ശിക്ഷയായിട്ട് കിട്ടിയത്. അങ്ങനെ ആദ്യം സെപ്പോയുടെ സോള് ബിഗ് മോം വലിച്ചെടുത്തു. അതോടെ സെപ്പോ മരിച്ചു. അവന്റെ ശരീരത്തിൽ വെറും 30 വർഷത്തെ സോള് മാത്രം ഉണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ സെപ്പോ മരിച്ചു വീണു. തന്റെ ഫ്രണ്ട് അന്നും മരിച്ചു വീഴുന്നത് നിസ്സഹായതയോടെ പെഡ്രോ നോക്കി നിന്നു. അന്ന് അവനെ കൊണ്ട് അതല്ലാതെ
ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ല. സെപ്പോയുടെ ശരീരത്തിലെ 30 വർഷം ബിഗ് മോം വലിച്ചെടുത്തു. എന്നാൽ ഇനിയും 70 ബാക്കിയുണ്ട് എന്ന് പറയുന്ന ബിഗ് മോം ആവട്ടെ നേരെ പെഡ്രോയുടെ ശരീരത്തിൽ നിന്ന് ആ മിച്ചമുള്ള 70 വർഷം എടുക്കാൻ തീരുമാനിച്ചു. പക്ഷേ പെഡ്രോയുടെ ശരീരത്തിൽ നിന്ന് 70 വർഷം എടുത്താൽ അവൻ എന്തായാലും മരിച്ചു പോകും. അപ്പോഴാണ് ബിഗ് മോമിന്റെ ക്രൂവിലുണ്ടായിരുന്ന പെക്കോംസ് പെഡ്രോയെ വെറുതെ വിടണം, 70 വർഷമൊക്കെ ശരീരത്തിൽ നിന്ന് എടുത്താൽ അദ്ദേഹം എന്തായാലും മരിച്ചു പോകും, അതുകൊണ്ട് മമ്മ അങ്ങനെ ചെയ്യരുത്, അദ്ദേഹത്തെ വെറുതെ വിടണം എന്ന് പറഞ്ഞ് പെക്കോംസ് ബിഗ് മോമിന്റെ കാല് പിടിച്ച് അപേക്ഷിച്ചു. തന്റെ കൂടെയുള്ള ഒരാൾ അങ്ങനെ കാല് പിടിച്ച് അപേക്ഷിക്കുമ്പോൾ അത് തള്ളിക്കളയാൻ ബിഗ് മോമിന് കഴിഞ്ഞില്ല. അതുകൊണ്ട് 70 വർഷത്തെ പണിഷ്മെന്റിൽ നിന്ന് ഒരു 10 വർഷം കുറച്ചു. പക്ഷേ എന്നിട്ടും 60 വർഷം ബാക്കിയുണ്ട്. അതുകൊണ്ട് ആ സമയത്ത് പെഡ്രോ പെട്ടെന്ന് ചെയ്തത് അവൻ ബാരൻ ടമാഗോയുടെ ഏത് കണ്ണാണോ വെട്ടിയത് അതേപോലെ തന്റെ സ്വന്തം ഇടത്തെ കണ്ണ് അവിടെ വെച്ച് പെഡ്രോ പറിച്ചെടുത്ത് ആ കണ്ണിന് എത്ര വർഷം നിങ്ങൾ കുറയ്ക്കുമെന്ന് അവൻ ബിഗ് മോമിനോട് ചോദിച്ചു. അപ്പൊ അത് കാണുന്ന ബിഗ് മോം ആവട്ടെ 60 വർഷത്തിൽ നിന്ന് വീണ്ടും ഒരു 10 വർഷം കുറച്ചു. ഇനി തന്റെ മുന്നിൽ യാതൊരു വഴിയില്ല, വിധി ഇനി എന്ത് തന്നെയാണെങ്കിലും അത് തനിക്ക് ഏറ്റുവാങ്ങിയേ പറ്റൂ. ആ കാര്യം പെഡ്രോ അവിടെ വെച്ച് മനസ്സിലാക്കുന്നു. അങ്ങനെ തന്റെ ശരീരത്തിൽ നിന്ന് ശിക്ഷയായിട്ടുള്ള 50 വർഷത്തെ അവന്റെ ആയുസ് ബിഗ് മോം പറിച്ചെടുത്തു. അതിനുശേഷം അവിടെ നിന്ന് രക്ഷപ്പെടുന്ന പെഡ്രോ തിരിച്ച് സോയിലേക്ക് വന്നു. തുടർന്ന് അവിടുത്തെ ഒരു എലൈറ്റ് വാരിയർ ആയിട്ട് സോയിയുടെ പ്രൊട്ടക്ടർ ആയിട്ടുള്ള ഒരു ഗാർഡ് ആയിട്ട് മാറി. തന്റെ ശക്തി കൊണ്ടും അനുഭവം കൊണ്ടും അറിവ് കൊണ്ടും പെഡ്രോ അവിടുത്തെ ജനങ്ങളുടെ ഒരു പ്രിയങ്കരനായിട്ട് മാറി. തുടർന്ന് വർഷങ്ങൾക്കിപ്പുറം അവൻ ഒരാളെ കണ്ടുമുട്ടി. ഒട്ടും പേടിയില്ലാത്ത, തന്റെ ആഗ്രഹങ്ങൾക്ക് വേണ്ടി മുന്നോട്ട് പോകുന്ന, ഫ്രണ്ട്സിനെ ഒരുപാട് സ്നേഹിക്കുന്ന, കഷ്ടപ്പെടുന്ന ആൾക്കാരെ താൻ പോലും അറിയാതെ സഹായിക്കുന്ന, ഒരുപാട് ആൾക്കാരെ ചിരിപ്പിക്കുന്ന, തന്നെക്കാൾ എത്രയോ ചെറുപ്പമായിട്ടുള്ള ഒരുത്തനെ കണ്ടുമുട്ടി. അത് മറ്റാരുമല്ല, നമ്മൾ എല്ലാവരും ഇഷ്ടപ്പെടുന്ന മുങ്കി ഡി ലൂഫി, സ്ട്രോ ഹാറ്റ്സ് പൈററ്റ്സിന്റെ ക്യാപ്റ്റൻ. അവനെ കണ്ടപ്പോ പെഡ്രോയ്ക്ക് തോന്നിയത് മറ്റൊരാളെ കുറിച്ചാണ്, ഗോൾഡി റോജറിനെ കുറിച്ച്. ഗോൾഡി റോജറിന് ഉണ്ടായിരുന്ന എല്ലാ ഗുണങ്ങളും ലൂഫിയിലുണ്ട്. എന്തിന്, സോയിലെ രാജാക്കന്മാരുടെ ഇടയിൽ വരെ ലൂഫിക്ക് ഒരു മതിപ്പുണ്ടായി. അതുകൊണ്ട് ഇനിയുള്ള തന്റെ ജീവിതം അതിനി എത്രയാണോ അത്ര അത് മുഴുവനും ലൂഫിക്ക് വേണ്ടി മാറ്റിവെക്കാൻ പെഡ്രോ തീരുമാനിച്ചു. അവന്റെ കൂടെ ഇറങ്ങി തിരിച്ചു. ഇപ്പൊ അവനെ സഹായിക്കാൻ വേണ്ടി ബിഗ് മോമിന്റെ ക്രൂവിലെ ബാരൻ ടമാഗോയുടെ കൂടെ ഫൈറ്റ് ചെയ്യാൻ നിൽക്കുന്നു. ഇതാണ് പെഡ്രോയുടെ ബാക്ക് സ്റ്റോറി. പെഡ്രോയും ടമാഗോയും തമ്മിലുള്ള കണക്ക് എന്താണെന്ന് മനസ്സിലായില്ലേ? അങ്ങനെ പഴയ കണക്ക് തീർക്കാൻ രണ്ടുപേരും അവിടെ വെച്ച് ഫൈറ്റ് ചെയ്തു. അവർക്കിടയിൽ നടക്കുന്ന ഈ ഫൈറ്റില് ആദ്യം പെഡ്രോ ഒരുപാട് കഷ്ടപ്പെട്ട് ടമാഗോയെ വെട്ടി താഴെയിട്ടു. അവനെ വെട്ടിയപ്പോൾ മുട്ട പൊട്ടുന്നത് പോലെ അവന്റെ ശരീരം പൊട്ടിപ്പോയി. അവന്റെ അകത്തുനിന്ന് ഒരു ഓംലേറ്റും പുറത്തേക്ക് വരുന്നുണ്ട്. കാരണം ടമാഗോ ഒരു ഡബിൾ ഫ്രൂട്ട് യൂസർ ആണ്, ടമാനോമി. ആ ഡബിൾ ഫ്രൂട്ട് യൂസ് ചെയ്യുന്ന ആള് ഒരു കോഴിയെ പോലെ ആയിരിക്കും. ആദ്യം മുട്ട, പിന്നെ കോഴി കുഞ്ഞ്, അത് കഴിഞ്ഞ് കോഴി. ഈ 3 ഫോം ആയിരിക്കും അവർക്ക് ഉണ്ടാകുന്നത്. അതായത് പെഡ്രോ ഇപ്പൊ അവനെ വെട്ടി താഴെയിട്ടല്ലോ, പക്ഷെ ടമാഗോ തോറ്റിട്ടില്ല, അവനൊന്നും തന്നെ സംഭവിച്ചിട്ടില്ല. കാരണം പെഡ്രോ വെട്ടുന്നതിന് മുമ്പ് അവൻ ആ മുട്ടയുടെ ഫോമിലായിരുന്നു. വെട്ടിക്കഴിഞ്ഞപ്പോ ഒരു ഓംലേറ്റ് പുറത്തേക്ക് വന്നില്ലേ, അതൊരു കോഴിക്കുഞ്ഞായിട്ട് മാറും. ടമാഗോ മുമ്പത്തേതിനേക്കാൾ പവർഫുൾ ആയിട്ട് മാറി. എന്നിട്ട് അവൻ പെഡ്രോയുടെ കൂടെ ഫൈറ്റ് ചെയ്യുന്നു. ആ ഒരു ഫൈറ്റിന്റെ അവസാനം ഒരുപാട് കഷ്ടപ്പെട്ട് പെഡ്രോ ടമാഗോയെ വീണ്ടും വെട്ടി. ഇനിയാണ് ടമാഗോയുടെ 3ാമത്തെ ഫോം വരാൻ പോകുന്നത്. കുഞ്ഞു കഴിഞ്ഞാൽ പിന്നെന്താ, വളർന്നു വലുതായ കോഴി. ആ ഒരു ഫോമിലേക്ക് ടമാഗോ മാറുന്നു, അതും മുമ്പത്തേതിനേക്കാൾ ഒന്നുകൂടെ പവർഫുൾ ആയിട്ട്. പക്ഷെ പെഡ്രോയും ടമാഗോയും വീണ്ടും ഫൈറ്റ് ചെയ്യുന്നതിന് മുമ്പ് ആ ഫൈറ്റ് മുഴുവനായിട്ടും പെഡ്രോ അവസാനിപ്പിക്കാൻ വേണ്ടി അവന്റെ ശരീരത്തിൽ ഉണ്ടായിരുന്ന ബോംബ് കത്തിച്ച് അവൻ സ്വയം സാക്രിഫൈസ് ചെയ്യാൻ ആ ബോംബ് കത്തിക്കുന്നു. പെട്ടെന്ന് തന്നെ അത് പൊട്ടിത്തെറിക്കുന്നു. അങ്ങനെ പെഡ്രോ അവിടെ വെച്ച് മരിച്ചു പോകുന്നു എന്ന് നമ്മൾ വിചാരിക്കും. പക്ഷേ അവൻ മരിച്ചിട്ടില്ല. നേരത്തെ ബ്രൂലിയെ പിടിച്ചു വെച്ച് എല്ലാവരെയും അന്വേഷിച്ച് നടന്ന ചോപ്പറും ക്യാരറ്റും കഷ്ടപ്പെട്ട് ഫൈറ്റ് ചെയ്തുകൊണ്ടിരുന്ന പെഡ്രോയെ കണ്ടു. അവനോട് ആ മിറർ വേൾഡിലേക്ക് കയറാൻ പറഞ്ഞു. സോ മിറർ വേൾഡിലേക്ക് കയറുന്നതിന് മുമ്പ് പെഡ്രോ ആ ബോംബ് പൊട്ടിച്ചതിന് ശേഷം പെട്ടെന്ന് തന്നെ മിറർ വേൾഡിലേക്ക് കയറി. അതുപോലെ ബോംബ് പൊട്ടുന്ന ആ ആഘാതത്തില് ടമാഗോയ്ക്ക് പ്രത്യേകിച്ച് ഒന്നും സംഭവിക്കുന്നില്ല. ഇങ്ങനെയാണ് പെഡ്രോ രക്ഷപ്പെട്ടത്. ഇപ്പൊ അവർക്ക് പെഡ്രോയെ കിട്ടി. ഇനി അവർക്ക് ബാക്കിയുള്ളവരെ കണ്ടുപിടിക്കണം. പക്ഷെ ആ മിറർ വേൾഡിൽ ഒരുപാട് മിറേഴ്സ് ഉണ്ട്. അതിൽ ഓരോന്നിലും പോയി നോക്കുന്നതിന് പകരം അവിടെയുള്ള മിറേഴ്സിനോട് ചോദിച്ചാൽ മതി. ആൾക്കാർ എവിടെയുണ്ടെന്ന് ആ മിറേഴ്സ് പറഞ്ഞു കൊടുക്കും. സോ മിറേഴ്സിനോട് ചോദിച്ച് അവർ ബാക്കിയുള്ളവർ എവിടെയാണെന്ന് അന്വേഷിക്കുന്നു. ഈ ഒരു സമയത്താണ് ലൂഫിയും നാമയും കണ്ട് സംസാരിക്കാൻ വേണ്ടി അവരുടെ അടുത്തേക്ക് പുഡിങ് വരുന്നത്. അവിടെ വെച്ച് അവരുടെ അവസ്ഥ കാണുന്ന പുഡിങ്ങിന് ഒരുപാട് സങ്കടമുണ്ട്. സാഞ്ചിയെ ഒരിക്കലും ഉപദ്രവിക്കാൻ വേണ്ടി അവൾ ഒന്നും ചെയ്തിട്ടില്ല. സ്ട്രോ ഹാറ്റ്സിന് നല്ലത് മാത്രമേ ചെയ്തു കൊടുത്തിട്ടുള്ളൂ. അവരെ സഹായിച്ചു എന്ന് നമ്മൾ വിചാരിക്കും. പക്ഷെ അങ്ങനെയല്ല കാര്യങ്ങൾ. അവിടേക്ക് വന്ന പുഡിങ് ലൂഫിയുടെ ചെവിയിൽ സീക്രട്ട് ആയിട്ട് എന്തോ ഒരു കാര്യം പറയുന്നു. എന്നിട്ട് അവൾ കരഞ്ഞുകൊണ്ട് തന്നെ ഓടിപ്പോകുന്നു. പക്ഷെ അവള് പോയതിനു ശേഷം അവള് പറഞ്ഞത് കേട്ട നമ്മുടെ ലൂഫിയുടെ മട്ടും ഭാവവും മാറി. അവൻ ഒരുപാട് ദേഷ്യവും എങ്ങനെയെങ്കിലും സാഞ്ചിയെ രക്ഷിക്കണമെന്ന് പറഞ്ഞ് അവൻ അവിടെ നിന്ന് എങ്ങനെയെങ്കിലും കഷ്ടപ്പെട്ട് രക്ഷപ്പെടാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷെ അവിടെ നിന്ന് രക്ഷപ്പെടാൻ അവനെ കൊണ്ട് സാധിക്കുന്നില്ല. പുഡിങ് അവനോട് പറഞ്ഞതിന് ശേഷമാണല്ലോ അവൻ ഇങ്ങനെ പെട്ടെന്ന് പെരുമാറാൻ തുടങ്ങിയത്. അപ്പൊ പുഡിങ് അവനോട് പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ, സാഞ്ചിയെ ഞാൻ കല്യാണം കഴിക്കാൻ പോകുന്നില്ല. ആ കല്യാണ വേദിയിൽ വെച്ച് അവളുടെ കൈകൊണ്ട് അവള് സാഞ്ചിയെ കൊല്ലും. ഇതെല്ലാം അവളുടെയും അവളുടെ ഫാമിലിയുടെയും പ്ലാൻ ആണ്. സ്ട്രോ ഹാറ്റ്സിന് അവിടേക്ക് വരാനുള്ള വഴി പറഞ്ഞു കൊടുത്തതും അവരെ കുടുക്കിയതും പുഡിങ് നല്ലവളാണെന്ന് അവരെ വിശ്വസിപ്പിച്ച് അവൾ അവരെ ചതിക്കുകയായിരുന്നു. പുഡിങ് അവരുടെ ശത്രുവാണെന്ന് സാഞ്ചിക്ക് അറിയില്ല. അതുകൊണ്ട് അവനെ എത്രയും പെട്ടെന്ന് കണ്ടുപിടിച്ച് അവനെ രക്ഷിക്കാനാണ് ലൂഫി ശ്രമിക്കുന്നത്. നാളെ നടക്കാൻ പോകുന്ന കല്യാണത്തിന് ശേഷം ബിഗ് മോമിന്റെ സപ്പോർട്ട് ജർമ്മ 66 ലഭിക്കും. അവർക്ക് അങ്ങനെ നോർത്ത് ബ്ലൂ മുഴുവനായിട്ടും അവരുടെ കൺട്രോളിൽ കൊണ്ടുവരാം എന്നിങ്ങനെയൊക്കെ പറഞ്ഞ് സാഞ്ചിയുടെ അച്ഛനും അവന്റെ സഹോദരന്മാരും നടന്നുകൊണ്ടിരിക്കുന്ന സംഭവങ്ങളൊന്നും അറിയാതെ ആ രാത്രി മുഴുവൻ ആഘോഷിക്കുന്നു. പക്ഷെ റെയ്ജൂന് എന്തൊക്കെയോ സംശയങ്ങൾ തോന്നിയിട്ട് അവൾ ആ കൊട്ടാരം മുഴുവൻ രഹസ്യമായിട്ട് അന്വേഷിക്കാൻ പോയി. പക്ഷെ ആ സമയത്ത് അവളെ ആരോ അറ്റാക്ക് ചെയ്തു. ഷൂട്ടേറ്റ റെയ്ജൂന്റെ ശരീരത്തിൽ
നിന്ന് ഒരുപാട് രക്തം വാർന്നൊലിച്ചിട്ടും അവൾ അവിടെ നിന്ന് രക്ഷപ്പെടാൻ ശ്രമിക്കുന്നു. അവള് കണ്ട കാര്യം മറ്റുള്ളവരോട് പറയുമെന്നായപ്പോ അവളെ തോക്കുകൊണ്ട് ഷൂട്ട് ചെയ്തത് മറ്റാരുമല്ല, പുഡിങ് തന്നെയാണ്. ഇപ്പൊ ഈ സംഭവിക്കുന്ന കാര്യങ്ങളൊന്നും നമ്മുടെ സാഞ്ചി അറിയുന്നില്ല. അവന്റെ ഒരേ ഒരു ലക്ഷ്യം അവന്റെ ജീവൻ കൊടുത്ത് അവൻ സ്വന്തം സാക്രിഫൈസ് ചെയ്ത് അവന്റെ കൂട്ടുകാരെയും അവൻ ഇഷ്ടപ്പെടുന്ന ആൾക്കാരെയും രക്ഷിക്കാനാണ്. അവൻ അത്രയും ഇഷ്ടപ്പെടുന്ന ലൂഫിയെ അറിഞ്ഞുകൊണ്ട് ചവിട്ടിയതും ഒക്കെ വിട്ടെറിഞ്ഞു വന്നതും എല്ലാം ഒരേ ഒരു കാരണത്തിന് വേണ്ടി മാത്രമാണ്. മറ്റുള്ളവരെക്കാൾ എത്രയോ അധികം സാഞ്ചി വേദനിക്കുന്നുണ്ട്. അവിടേക്ക് അവനെ രക്ഷിക്കാൻ വന്ന അവന്റെ ഫ്രണ്ട്സ് മര്യാദയ്ക്ക് തിരിച്ചു പോയാൽ മതിയായിരുന്നു, ബാക്കിയുള്ളവർക്കൊന്നും സംഭവിക്കരുത് എന്നിങ്ങനെ വിചാരിച്ച് സാഞ്ചി വേവലാതിപ്പെടുമ്പോ അവന്റെ ഫ്രണ്ട്സിനെയും അവൻ ഇഷ്ടപ്പെടുന്ന ആൾക്കാരെയും വെറുതെ വിടാമെന്ന് ബിഗ് മോം അവന് വാക്ക് കൊടുത്തതല്ലേ, അതുകൊണ്ട് മാത്രം സാഞ്ചി ചെറുതായിട്ടൊന്ന് സമാധാനിക്കുന്നു. എന്നാൽ ബിഗ് മോം വാക്ക് കൊടുത്തിട്ടുണ്ടെങ്കിൽ പോലും അവന്റെ ക്യാപ്റ്റൻ തിരിച്ചു പോകുന്ന അവനൊരു പ്രതീക്ഷയില്ല. കാരണം ലൂഫിയുടെ സ്വഭാവം എല്ലാവർക്കും അറിയാം. സാഞ്ചി സ്വയം സാക്രിഫൈസ് ചെയ്യാൻ പോവാണെന്ന് അറിയുന്ന നിമിഷം അവന്റെ ക്യാപ്റ്റൻ എങ്ങനെയെങ്കിലും പറന്നെത്തും അവനെ രക്ഷിക്കാൻ വേണ്ടി. ഒരു ഭാഗത്ത് തന്റെ ജീവൻ കൊടുത്ത് ബാക്കിയുള്ളവരെ സംരക്ഷിക്കാൻ സാഞ്ചിയും മറുഭാഗത്ത് ഒരാളെയും വിട്ടുകൊടുക്കാൻ തയ്യാറാവാത്ത ലൂഫിയും. ലൂഫിക്ക് ഒരിക്കലും കഴിയില്ല സാഞ്ചിയെ അങ്ങനെ അങ്ങ് വിട്ടിട്ട് വരാൻ. ബിഗ് മോം കൊടുത്ത വാക്കിന്റെ പുറത്ത് കുറച്ചെങ്കിലും സമാധാനിക്കുന്ന സാഞ്ചി തൽക്കാലം താൻ കല്യാണം കഴിക്കാൻ പോകുന്ന പുഡിങ്ങിന് വേണ്ടി കുറച്ചു പൂവും അവൾക്ക് കഴിക്കാൻ അവൻ സ്വന്തമായിട്ട് പാചകം ചെയ്ത ഭക്ഷണവുമായിട്ട് അവൻ പുഡിങ്ങിനെ കാണാൻ പോകുന്നുണ്ട്. പക്ഷെ അവളുടെ റൂമിന്റെ വാതില് അവനെ അകത്തേക്ക് കടത്തി വിടുന്നില്ല. അവളെ എങ്ങനെയെങ്കിലും കണ്ട് സംസാരിച്ചിട്ടേ പോവുള്ളൂ എന്ന് തീരുമാനിക്കുന്ന സാഞ്ചി ആവട്ടെ അവളുടെ റൂമിന്റെ പുറകുവശത്തെ ബാൽക്കണിയിലൂടെ കയറി അവളെ കാണാൻ തീരുമാനിച്ച സാഞ്ചി അവിടെ എത്തിയപ്പോ കണ്ടത് ഞെട്ടിക്കുന്ന ഒരു കാഴ്ചയാണ്. അവൻ അത്രയും സന്തോഷത്തോടെ വന്നിട്ട് അവിടെ വെച്ച് അവൻ കണ്ടത് എന്താണെന്ന് വെച്ചാൽ പുഡിങ്ങിന്റെ മുഖത്തുള്ള ഒരു മൂന്നാമത്തെ കണ്ണും അവളുടെ തനി നിറവും. പുഡിങ് ഷൂട്ട് ചെയ്ത റേജുവിനെ അവളുടെ റൂമിലേക്ക് കൊണ്ടുവന്ന് കെട്ടിവെച്ചു. എന്നിട്ട് അവളുടെയും അവളുടെ ഫാമിലിയുടെയും പ്ലാൻ എന്താണെന്ന് അവിടെ വെച്ച് തന്നെ പുഡിങ് പറയുന്നു. പുഡിങ്ങിന്റെ മുഖത്ത് മൂന്നാമത്തെ ഒരു കണ്ണും കൂടെയുണ്ട്. നേരത്തെ കാണിച്ചതുപോലെ ഒരു പാവമല്ല പുഡിങ്. അവളുടെ തനി സ്വഭാവം എന്താണെന്ന് വെച്ചാൽ ഒരു വില്ലനെ പോലെയാണ്. ആ മൂന്നാമത്തെ കണ്ണും അവളുടെ സ്വഭാവവും എന്താണെന്ന് അവളുടെ ഫാമിലിയിലെ അവളെ അറിയുന്ന കുറച്ച് ആൾക്കാർക്ക് മാത്രമേ അറിയുള്ളൂ. പിന്നെ വിൻസ്മോക്ക് ഫാമിലിയും ബിഗ് മോമിന്റെ ഫാമിലിയുമായിട്ടുള്ള ബന്ധം അത് ശരിക്കും ബിഗ് മോമിന്റെ ഒരു പ്ലാൻ ആണ്. തന്റെ മകളെ വിൻസ്മോക്കിന്റെ മകനെ കൊണ്ട് കല്യാണം കഴിപ്പിക്കാൻ പോകുന്നത് ജർമ്മ 66ന്റെ പവർ അവർക്ക് സ്വന്തമാക്കാൻ വേണ്ടിയാണ്. കല്യാണ ദിവസം കല്യാണം നടക്കുന്നതിന് തൊട്ടു മുമ്പ് വിൻസ്മോക്കിലെ എല്ലാ ആൾക്കാരെയും അവർ കൊല്ലും. അതുപോലെ വിൻസ്മോക്കിന്റെ ജർമ്മ കിങ്ഡം ഇപ്പൊ ബിഗ് മോമിന്റെ ഐലൻഡിന്റെ തൊട്ടടുത്താണ് പാർക്ക് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് വിൻസ്മോക്കിലെ ആൾക്കാരെ എല്ലാവരെയും കൊന്നതിന് ശേഷം ജർമ്മ 66 മുഴുവനായിട്ടും കീഴടക്കാനാണ് ബിഗ് മോം ഇങ്ങനൊരു കല്യാണം തന്നെ ഉണ്ടാക്കിയത്. പുഡിങ് നേരത്തെ സാഞ്ചിയെ ഇഷ്ടമാണെന്ന് പറഞ്ഞതും അവനെ കല്യാണം കഴിക്കാൻ താല്പര്യമുണ്ടെന്ന് പറഞ്ഞതും അവന്റെ മുന്നിൽ വെച്ച് കരഞ്ഞ് അഭിനയിച്ചതും എല്ലാം അവളുടെ വെറും നാടകം മാത്രമായിരുന്നു. പുഡിങ് റേജുവിനോട് പറയുന്ന കാര്യങ്ങളെല്ലാം അവരാരും അറിയാതെ പുറത്തു നിൽക്കുന്ന സാഞ്ചിയും കേൾക്കുന്നു. എല്ലാ സത്യങ്ങളും അവളുടെ വായിൽ നിന്ന് തന്നെ കേട്ടറിയുന്ന സാഞ്ചിയുടെ അപ്പോഴത്തെ അവസ്ഥ ഒരിക്കലും പറഞ്ഞറിയിക്കാൻ കഴിയാത്തൊരവസ്ഥ. അവൻ വിശ്വസിച്ചിരുന്ന കാര്യങ്ങളെല്ലാം തെറ്റായിരുന്നു. അവനെയും കൊല്ലും, അവന്റെ ഫാമിലിയെയും കൊല്ലും, അവൻ ഇഷ്ടപ്പെടുന്ന അവന്റെ ഫ്രണ്ട്സിനെയും കൊല്ലും. എല്ലാം കേട്ട് കഴിയുന്ന സാഞ്ചിയുടെ ചങ്ക് തകർന്നുപോയി. എല്ലാം വിശ്വസിച്ചിരുന്ന വെറും ഒരു മണ്ടൻ. അവൾ ഇഷ്ടമാണെന്ന് പറഞ്ഞപ്പോ പുറകെ വാലാട്ടി പോയ വെറും ഒരു മണ്ടൻ. ആ മണ്ടനെയൊക്കെ ആരെങ്കിലും കല്യാണം കഴിക്കുവോ? അവൾ പറഞ്ഞതെല്ലാം കേട്ട് ആ മണ്ടൻ വിശ്വസിച്ച് നമുക്ക് പെട്ടെന്ന് തന്നെ കല്യാണം കഴിക്കാം എന്നിങ്ങനെ സാഞ്ചി പുഡിങ്ങിനോട് നേരത്തെ പറഞ്ഞ കാര്യം അവൾ അവനെ കളിയാക്കിക്കൊണ്ട് അവിടെ നിന്ന് പറയുന്നു. അതെല്ലാം കേൾക്കുന്ന സാഞ്ചിയുടെ കയ്യിലെ പൂവും അവൻ അവൾക്ക് വേണ്ടി കൊണ്ടുവന്ന ഭക്ഷണവും താഴെ വീണു. അവനൊരു മണ്ടനാണ്, വെറും വിഡ്ഢിയാണ് എന്ന് പറഞ്ഞ് പുഡിങ് പൊട്ടിച്ചിരിക്കുമ്പോ അവളെ അത്രയും നേരം വിശ്വസിച്ച, അവളെ സ്നേഹിച്ച പുറത്തു നിൽക്കുന്ന സാഞ്ചിക്ക് ഇനി ഒന്നും ചെയ്യാനില്ല. അവന്റെ വായിലിരിക്കുന്ന സിഗരറ്റ് മഴ കൊണ്ട് അണഞ്ഞു പോകുമ്പോ അവൻ അത് ലൈറ്റർ കൊണ്ട് കത്തിക്കാൻ ശ്രമിക്കുന്നു. പക്ഷെ അതും അണയുന്നു. അവൻ വീണ്ടും വീണ്ടും കത്തിക്കാൻ നോക്കുന്നു. അവനെ കൊണ്ട് അതിന് കഴിയുന്നില്ല. ചങ്ക് തകർന്നു നിൽക്കുന്ന സാഞ്ചിയുടെ കണ്ണീര് ആ മഴയത്ത് ആരും കാണുന്നുമില്ല. എല്ലാവരെയും രക്ഷിക്കാൻ വേണ്ടി എന്തൊക്കെയോ ചെയ്തു കൂട്ടി, പക്ഷെ ഒന്നും ഉപകാരം ഇല്ലാതായി പോയി. ഇനി അവൻ എന്ത് ചെയ്യും? ആരെ വിളിക്കും? ആരെ വിശ്വസിക്കും? ഇനി അവിടെ എന്തൊക്കെ സംഭവിക്കും എന്നൊന്നും സാഞ്ചിക്ക് അറിയില്ല. അവൻ അവിടെ നിന്ന് കരയുമ്പോ അത് ആരും കാണുന്നില്ല. മഴയത്ത് കരഞ്ഞാൽ അവന്റെ കണ്ണീര് ആരും കാണാൻ പോകുന്നില്ല. ഈ ഒരു സീൻ ഇതിന്റെ അപ്പുറത്തേക്ക് എങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യുമെന്ന് എനിക്കറിയില്ല. അത്രയും വെയിറ്റ് ഉണ്ട് ഈ സീനില്. തകർന്നു നിൽക്കുന്ന സാഞ്ചിയെ കാണുമ്പോ എന്തെന്നില്ലാത്ത സങ്കടമാണ്. സോറോ കഴിഞ്ഞിട്ടേ ഉള്ളൂ എനിക്ക് സാഞ്ചി. പക്ഷെ ഒരു സോറോ ഫാൻ ആണെങ്കിലും സാഞ്ചിയുടെ അപ്പോഴത്തെ ആ നിസ്സഹായ അവസ്ഥയുണ്ടല്ലോ, അത് കണ്ട് കണ്ണ് നിറഞ്ഞുപോയി. ഇനി ഇത് എപ്പോഴൊക്കെ കാണുന്നോ അപ്പോഴെല്ലാം ഇങ്ങനെ മഴയത്ത് നിന്ന് കരയേണ്ട ഒരാളല്ല സാഞ്ചി. എപ്പോഴും സ്ട്രോ ഹാറ്റ്സിന്റെ കൂടെ ചിരിച്ചു കളിച്ച് നിൽക്കാനുള്ള ലൂഫിയുടെ ലെഫ്റ്റ് ഹാൻഡ് ആയിട്ടുള്ള അവരുടെ എല്ലാം കുക്കാണ് സാഞ്ചി. നല്ല സ്ട്രോങ് ആയിട്ടുള്ള ഒരു കുക്ക്. മറിച്ച് സാഞ്ചിയെ ഈ ഒരു അവസ്ഥയിൽ ഒരിക്കലും കാണാൻ കഴിയില്ല. ഇപ്പൊ പുഡിങ് പിടിച്ചു വെച്ച റേജു പുറത്തേക്ക് പോയാൽ അതിന്റെ പ്രശ്നം പുഡിങ്ങിന് തന്നെയാണ്. അവരുടെ എല്ലാ രഹസ്യങ്ങളും പുഡിങ്ങിന്റെ വായിൽ നിന്ന് തന്നെ കേട്ട് റേജുവിന് എല്ലാം അറിയാം. അതുകൊണ്ട് അവളുടെ ഓർമ്മയെല്ലാം മായ്ച്ചു കളയാൻ പുഡിങ് അവളുടെ പവർ യൂസ് ചെയ്ത് റേജുവിന്റെ ഓർമ്മയെല്ലാം മായ്ച്ചു കളയുന്നു. അവളുടെ ഡെവിൾ ഫ്രൂട്ടിന്റെ പേരാണ് മെമോ മെമോ നോമി. ഒരു പാരമീസ ടൈപ്പ് ഡെവിൾ ഫ്രൂട്ട്. ഈ പവർ ഉപയോഗിച്ച് മറ്റൊരാളുടെ മെമ്മറീസ് മാനിപ്പുലേറ്റ് ചെയ്യാൻ പറ്റും. മറ്റൊരാളുടെ മെമ്മറി കട്ട് ചെയ്ത് ഇല്ലാതാക്കാം. കൂടാതെ മറ്റൊരാളുടെ മെമ്മറി വളച്ചൊടിച്ച് ഇല്ലാത്ത കഥ ഉണ്ടാക്കാൻ പറ്റും. ഈ ഒരു പവർ ഉപയോഗിച്ച് പുഡിങ് നടന്ന സംഭവങ്ങളെല്ലാം റേജുവിന്റെ മെമ്മറിയിൽ നിന്ന് കട്ട് ചെയ്ത് കളഞ്ഞു. പക്ഷെ അവൾ അറിയാതെ എല്ലാം കണ്ടും കേട്ടും അവിടെ സാഞ്ചി മാത്രം ഉണ്ടായിരുന്നു. റേജുവിന്റെ ഓർമ്മയെല്ലാം മായ്ച്ചു കളഞ്ഞതിന് ശേഷം അവളെ ഡോക്ടറിന്റെ അടുത്തേക്ക് ചികിത്സിക്കാൻ വേണ്ടി കൊണ്ടുവന്നു. പരിക്ക് പറ്റിയത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ അവള് വീണപ്പോ സംഭവിച്ചതാണെന്ന് അവര് വരുത്തി തീർക്കും. അങ്ങനെ പുഡിങ് നേരെ ബിഗ് മോമിന്റെ അടുത്തേക്ക് വന്ന് നടന്ന സംഭവങ്ങളെല്ലാം അവള് ബിഗ് മോമിനോട് പറയുന്നു. ആ സമയത്ത്
സമയത്ത് ബിഗ് മോമിന്റെ കയ്യിൽ അവരുടെ പെറ്റായിട്ടുള്ള ബ്രൂക്കും ഉണ്ടായിരുന്നു. അപ്പൊ ബ്രൂക്കിനും പുഡിംഗ് അവരെ ചതിക്കുകയാണെന്നുള്ള കാര്യം മനസ്സിലായി. ഇതേ സമയത്ത് ജയിൽ ലൈബ്രറിയിലുള്ള ലൂഫിക്കും നാമിക്കും അതിന്റെ അകത്തുനിന്ന് രക്ഷപ്പെടാൻ ഒരു മാർഗവുമില്ല, അവരെ സഹായിക്കാൻ ആരുമില്ല. അങ്ങനെ ഇരിക്കുമ്പോഴാണ് നമ്മുടെ ജീംബെ അവിടേക്ക് വന്നത്. ജീംബെ വന്നത് ലൂഫിയെ രക്ഷിക്കാനാണ്. അതുകൊണ്ട് ജീംബെ അവിടെ കാവലായി നിന്നിരുന്ന ബിഗ് മോമിന്റെ ഒരു മകനെ ഒരേ അടിക്ക് അടിച്ച് താഴെയിട്ടു. എന്നിട്ട് ലൂഫിയും നാമിയും അടച്ചു വെച്ചിരിക്കുന്ന ആ ബുക്കിന് തീയിട്ട് ജീംബെ അവരെ രക്ഷപ്പെടുത്തി. പക്ഷെ ലൂഫി ജീംബയുടെ കൂടെ പോകുന്നില്ല, അവൻ സാഞ്ചിയെ രക്ഷിക്കാൻ വേണ്ടി പോകുന്നു. അപ്പൊ അവിടുത്തെ ശബ്ദം കേട്ട് ഒരുപാട് ഗാർഡ്സ് അവിടേക്ക് ഓടി വരുന്നുണ്ട്. അതുകൊണ്ട് അവിടെ നിന്ന് രക്ഷപ്പെടാൻ നാമി ജീംബയുടെ കൂടെ പോകുന്നു. അങ്ങനെ അവിടെ നിന്ന് രക്ഷപ്പെടാൻ ശ്രമിക്കുന്ന അവരെ ആ സമയത്ത് മിറോ വേൾഡിലുണ്ടായിരുന്ന ചോപ്പറും ബാക്കിയുള്ളവരും കണ്ടുപിടിക്കുന്നുണ്ട്. അതോടെ നാമിയും ജീംബയും അവർ മിറോ വേൾഡിലേക്ക് കൊണ്ടുപോകുന്നു. മറ്റൊരു ഭാഗത്ത് സാഞ്ചി റെയ്ജുവിനെ കാണാൻ വേണ്ടി അവളുടെ അടുത്തേക്ക് പോകുന്നു. എന്നിട്ട് നേരത്തെ നടന്ന സംഭവങ്ങളെല്ലാം അവൻ അവൾക്ക് പറഞ്ഞു കൊടുത്തു. അവൻ പറയുന്ന കാര്യങ്ങളെല്ലാം അവൾക്ക് സംഭവിച്ചതാണെങ്കിലും അതൊന്നും അവൾക്കിപ്പോ ഓർമ്മയില്ല. എന്നിരുന്നാലും അവന്റെ ഫാമിലിയിലെ മറ്റാരും അവനെ വിശ്വസിച്ചിട്ടില്ലെങ്കിലും റെയ്ജു അവൻ പറയുന്ന കാര്യങ്ങൾ വിശ്വസിക്കും. അതുപോലെ പുഡിങ്ങിന്റെ പെരുമാറ്റത്തിൽ എന്തൊക്കെയോ സംശയം നേരത്തെ തന്നെ റെയ്ജുവിനുണ്ടായിരുന്നു. ഇപ്പൊ സാഞ്ചി എല്ലാ കാര്യങ്ങളും പറഞ്ഞപ്പോ അവൾക്കത് മുഴുവനായിട്ടും വിശ്വാസമായി. അപ്പൊ റെയ്ജു സാഞ്ചിയോട് ഞങ്ങൾക്ക് ഇവിടെ നിന്ന് എന്തായാലും രക്ഷപ്പെടാൻ കഴിയില്ല, ഞങ്ങളുടെ വിധി ചിലപ്പോ ഇങ്ങനെ ആയിരിക്കും, അതുകൊണ്ട് നീ എങ്ങനെയെങ്കിലും ഇവിടെ നിന്ന് രക്ഷപ്പെട്, നിന്റെ ഫ്രണ്ട്സിനെയും കൂട്ടി ഇവിടെ നിന്ന് രക്ഷപ്പെട് എന്ന് റെയ്ജു സാഞ്ചിയോട് പറയുന്നു. നേരത്തെ സാഞ്ചി അവരുടെ കയ്യിൽ നിന്ന് രക്ഷപ്പെട്ട് പോവാതിരിക്കാൻ റെയ്ജു ഒരു ഹാൻഡ് കഫ് അവന്റെ കയ്യിൽ ഇട്ട് കൊടുത്തില്ലേ? അവന്റെ കയ്യിൽ ഇട്ട് കൊടുത്ത ഹാൻഡ് കഫ് ശരിക്കും ബോംബൊന്നുമല്ല. അവന്റെ കയ്യിലേക്ക് അത് ഇടുന്നതിന് മുമ്പ് റെയ്ജു അത് മാറ്റി ഒരു നോർമൽ ഹാൻഡ് കഫ് ആക്കിയിരുന്നു. അതെല്ലാം അവള് ചെയ്തത് സാഞ്ചിക്ക് വേണ്ടി മാത്രമല്ല, അവരുടെ മരിച്ചുപോയ അമ്മയ്ക്കും കൂടെ വേണ്ടിയിട്ടാണ്. ഇപ്പോഴാണ് റെയ്ജു സാഞ്ചിയോട് അവൻ ജനിക്കുന്നതിന് മുമ്പുള്ള ഒരു പാസ്റ്റ് പറഞ്ഞു കൊടുക്കുന്നത്. സാഞ്ചിയും അവന്റെ സഹോദരങ്ങളും ജനിക്കുന്നതിന് മുമ്പ് അമ്മയുടെ വയറിൽ വെച്ച് കുട്ടികളെ മോഡിഫൈ ചെയ്ത് ഇമോഷൻ ഇല്ലാത്ത സോൾജേഴ്സ് ആക്കി മാറ്റാൻ അവരുടെ അച്ഛൻ ബിൻസ്മോക്ക് ജഡ്ജ് തീരുമാനിച്ചു. പക്ഷെ കുഞ്ഞുങ്ങളെ മോഡിഫൈ ചെയ്ത് ഇമോഷൻ ഇല്ലാതാക്കി മാറ്റുന്നതിന് അവരുടെ അമ്മ അന്ന് എതിർത്തു. പക്ഷെ അവരെ ബലം പ്രയോഗിച്ച് പിടിച്ച് കൊണ്ടുപോയി കുഞ്ഞുങ്ങളെ മോഡിഫൈ ചെയ്യാനുള്ള സർജറി അവർ ചെയ്തു. എന്നാൽ അതിനുശേഷം അവരുടെ അമ്മ ആ കുഞ്ഞുങ്ങളെ എങ്ങനെയെങ്കിലും പഴയതുപോലെ മാറ്റാൻ വേണ്ടി അവരൊരു പോയിസൺ എടുത്ത് കുടിച്ചു. എന്നാൽ അവരുടെ അമ്മ പ്രതീക്ഷിച്ചതുപോലെ ഒന്നും സംഭവിച്ചില്ല. ജനിച്ച കുട്ടികളെല്ലാം വളരെ പെർഫെക്റ്റ് ആയിട്ട് ഇമോഷൻ ഇല്ലാത്ത സോൾജേഴ്സ് ആയിട്ട് മാറി. പക്ഷെ എന്നാൽ സാഞ്ചി മാത്രം അങ്ങനെ മാറിയില്ല. അവരുടെ അമ്മയുടെ ആഗ്രഹം പോലെ സാഞ്ചി ഒരു സാധാ മനുഷ്യനായിട്ട് മാറി. സങ്കടവും സന്തോഷവും ദേഷ്യവും അങ്ങനെ എല്ലാ ഇമോഷനും ചേർന്ന ഒരു മനുഷ്യനായിട്ട് മാറി. അന്ന് അവരുടെ അമ്മ അവരെ ശരിയാക്കാൻ വേണ്ടി എടുത്ത് കഴിച്ച പോയിസൺ കാരണം അവരുടെ അമ്മയുടെ ആരോഗ്യം ഒരുപാട് മോശമായി. അങ്ങനെ അവരുടെ അമ്മ മരിച്ചു. എന്നാലും മരിക്കുന്നതിന് മുമ്പ് വരെ അവർക്ക് സന്തോഷം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. കാരണം സാഞ്ചിയെങ്കിലും അവർ ആഗ്രഹിച്ചതുപോലെ ഒരു മനുഷ്യനായിട്ട് മാറിയില്ലേ? അത് അവരുടെ അമ്മയുടെ ഏറ്റവും വലിയൊരു സന്തോഷമായിരുന്നു. അവരുടെ അമ്മ ഇപ്പൊ അവരുടെ കൂടെ ഇല്ലെങ്കിലും അവരുടെ അനുഗ്രഹം എപ്പോഴും സാഞ്ചിയുടെ മേലെ ഉണ്ടായിരിക്കുമെന്ന് റേജു പറയുന്നു. ഇപ്പൊ അവരുടെ അമ്മയ്ക്ക് വേണ്ടി അവർ ചെയ്ത ത്യാഗത്തിന് വേണ്ടി റേജു സാഞ്ചിയോട് അവിടെ നിന്ന് എത്രയും പെട്ടെന്ന് രക്ഷപ്പെടാൻ പറയുന്നു. പക്ഷെ അത് കേൾക്കുന്ന സാഞ്ചിക്ക് ആവട്ടെ ആ സമയത്ത് എന്താണ് ചെയ്യേണ്ടതെന്ന് മനസ്സിലാവുന്നില്ല. ഇപ്പൊ സംഭവിച്ചിരിക്കുന്ന എല്ലാ കാര്യത്തിനും ഉത്തരവാദികൾ അവന്റെ ഫാമിലിയാണ്. അതിനവരെ അനുഭവിച്ചേ മതിയാവൂ. എന്നാൽ അവരെ അങ്ങനെ അങ്ങ് കൊലയ്ക്ക് കൊടുത്തിട്ട് വരാൻ സാഞ്ചിക്ക് കഴിയില്ല. അവരവനെ അത്രമാത്രം ഉപദ്രവിച്ചിട്ടുണ്ടെങ്കിലും അവരെ കൊലയ്ക്ക് കൊടുത്തിട്ട് പോകാൻ അവന് സാധിക്കില്ല. റേജു അവനോട് അവിടെ നിന്ന് പോകാൻ ആവശ്യപ്പെട്ടതിന് പ്രത്യേകിച്ച് മറുപടി ഒന്നും കൊടുക്കാൻ കഴിയാത്ത സാഞ്ചി അവിടെ നിന്ന് പോകുന്നു. ഈ ബിഗ് മോമിന്റെ കൊട്ടാരത്തിന് ഒരുപാട് ഫ്ലോറുകളുണ്ട്. ഫസ്റ്റ് ഫ്ലോറിന്റെ താഴെയുള്ള B1 എന്ന് പറയുന്ന ഫ്ലോർ ആണ് നേരത്തെ ലൂഫിയൊക്കെ രക്ഷപ്പെട്ടു വന്ന ആ ബുക്ക് ലൈബ്രറി. അതിന് മുകളിൽ ഫസ്റ്റ് ഫ്ലോർ, സെക്കൻഡ് ഫ്ലോർ, തേർഡ് ഫ്ലോർ, അങ്ങനെ ഒരുപാട് ഫ്ലോറുകളുണ്ട്. സാഞ്ചിയെ അന്വേഷിച്ചു വരുന്ന ലൂഫി ഈ ഫ്ലോറുകളെല്ലാം കയറി അവനെ പിടിക്കാൻ ശ്രമിക്കുന്ന ആൾക്കാരെല്ലാം അടിച്ച് സാഞ്ചിയെ എല്ലാ ഫ്ലോറിലൂടെയും അന്വേഷിച്ചുകൊണ്ടിരിക്കുമ്പോൾ റേജു അവനെ കണ്ട് അവളുടെ റൂമിലേക്ക് പിടിച്ചു കയറ്റി. സാഞ്ചി ഇത്രയും നേരം അവിടെ ഉണ്ടായിരുന്നു, അവൻ ഇപ്പൊ ഇവിടെ നിന്ന് പോയിട്ടേ ഉള്ളൂ എന്ന് മനസ്സിലാക്കുന്ന ലൂഫി ആവട്ടെ ഒന്നും നോക്കാതെ ആ റൂമിന്റെ ജനൽ വഴി താഴത്തേക്ക് എടുത്തു ചാടി. നേരത്തെ ബിഗ് മോമിന്റെ ആൾക്കാർ അവനെ എവിടെ നിന്നാണോ പിടിച്ചോണ്ട് വന്നത് അവിടേക്കാണ് ലൂഫി പോകുന്നത്. കാരണം അവൻ സാഞ്ചിയോട് പറഞ്ഞതല്ലേ ആ സ്ഥലത്ത് അവൻ സാഞ്ചിക്ക് വേണ്ടി കാത്തിരിക്കുമെന്ന്. സാഞ്ചി ആ സ്ഥലത്തേക്ക് വരുമെന്ന് ലൂഫിക്ക് അറിയാം. അതുകൊണ്ട് ലൂഫി ആ സ്ഥലത്തേക്ക് തന്നെ പോകുന്നു. അവൻ പോകുന്ന വഴിക്കെല്ലാം അവനെ നേരത്തെ അറ്റാക്ക് ചെയ്ത ബിഗ് മോമിന്റെ കുറച്ച് ആൾക്കാരുണ്ട്. അതുകൊണ്ട് അവരുടെ കൂടെയൊക്കെ ഫൈറ്റ് ചെയ്തിട്ടാണ് ലൂഫി ആ സ്ഥലത്തേക്ക് പോകുന്നത്. മറ്റൊരു ഭാഗത്ത് ലൂഫി രക്ഷപ്പെട്ടതറിഞ്ഞ് ബിഗ് മോമിന്റെ മക്കളെല്ലാം ഒന്നിച്ചു ചേർന്നു. നേരത്തെ ലൂഫിയെ പിടിച്ചു വെച്ച ജയിൽ ലൈബ്രറി കാവൽ നിൽക്കാൻ ഏൽപ്പിച്ച ബിഗ് മോമിന്റെ മറ്റൊരു മകനെ അവർ ആ സമയത്ത് ചോദ്യം ചെയ്യുമ്പോൾ അവൻ പറയുന്നതാവട്ടെ ജീംബെ പെട്ടെന്ന് വന്ന് അവനെ അറ്റാക്ക് ചെയ്തു. എന്നിട്ട് ലൂഫിയെ രക്ഷപ്പെടുത്താൻ ശ്രമിക്കുന്ന സമയത്ത് അവൻ ഉണ്ടായിരുന്ന ആ ബുക്കിന് തീ പിടിച്ചു. അങ്ങനെ ലൂഫി അവന്റെ കൂടെ ഉണ്ടായിരുന്ന നാമി മരിച്ചുപോയി എന്നിങ്ങനെ അവന്റെ മേലെ ഒരു പ്രശ്നം ഉണ്ടാവാതിരിക്കാൻ അവൻ കള്ളം പറയുന്നു. പക്ഷെ അവന്റെ ഭാഗം കേട്ട് കഴിയുന്ന മോണ്ടോറിന് അവൻ പറയുന്നത് മുഴുവനും കള്ളമാണെന്ന് മനസ്സിലാവുന്നുണ്ട്. ഇപ്പൊ മിറർ വേൾഡിലുള്ള നമ്മുടെ ബാക്കിയുള്ള സ്ട്രോ ഹാറ്റ്സും അവരുടെ കൂടെയുള്ള പെഡ്രോ, ക്യാരറ്റ്, ജീംബെ അവരെല്ലാവരും മിറേഴ്സിനോട് ചോദിച്ച് ഇപ്പൊ ബ്രൂക്ക് എവിടെയാണ് ഉള്ളതെന്ന് കണ്ടുപിടിച്ചു. ബിഗ് മോമിന്റെ കാസില് ബിഗ് മോമിന്റെ റൂമില് ബിഗ് മോം ബ്രൂക്കിനെ കെട്ടിപ്പിടിച്ച് കിടന്നുറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അവിടെ നിന്ന് ബ്രൂക്കിനെ അവർക്ക് എങ്ങനെയെങ്കിലും രക്ഷപ്പെടുത്തണം. എന്നാൽ അത് അത്ര എളുപ്പമുള്ള കാര്യമല്ല. ബിഗ് മോം ഉറങ്ങിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു ഈച്ച പോലും അടുത്തേക്ക് പോവാൻ ബിഗ് മോമിന്റെ പ്രൊട്ടക്ടേഴ്സ് ആയിട്ടുള്ള നെപ്പോളിയൻ, പ്രൊമത്തിയസ്, സിയൂസ് ഇവര് 3 പേരും സമ്മതിക്കില്ല. അവര് 3 പേരുമാണ് ബിഗ് മോമിന്റെ മെയിൻ ആയിട്ടുള്ള ഹോമീസ്. അവരെ മറികടന്ന് ബിഗ് മോമിനെ തൊടാനേ സാധിക്കില്ല. ബ്രൂക്കിനെ അവർക്ക് എങ്ങനെയെങ്കിലും രക്ഷപ്പെടുത്തി കൊണ്ടുപോയേ പറ്റുള്ളൂ. അതുകൊണ്ട് ഉറങ്ങിക്കൊണ്ടിരിക്കുന്ന അവരെ ശല്യപ്പെടുത്താതെ എങ്ങനെയെങ്കിലും ബ്രൂക്കിനെ രക്ഷപ്പെടുത്താൻ അവർ ശ്രമിക്കുന്നു. ആദ്യത്തെ അറ്റംപ്റ്റുമായിട്ട് നമ്മുടെ ചോപ്പർ പോകുന്നു, പക്ഷെ അവനെ കൊണ്ട് സാധിച്ചില്ല. രണ്ടാമത്തെ അറ്റംപ്റ്റുമായിട്ട് ക്യാരറ്റ് പോകുന്നുണ്ട്, പക്ഷെ അവളെ കൊണ്ട് രക്ഷപ്പെടുത്താൻ സാധിച്ചില്ല. അത് കഴിഞ്ഞ്
മൂന്നാമത്തെ അറ്റംപ്റ്റുമായിട്ട് പെഡ്രോ പോയി. ഭാഗ്യത്തിന് ബിഗ് മോം അവനെ കണ്ടില്ല. അതുപോലെ ബ്രൂക്കിനെ രക്ഷപ്പെടുത്താൻ അവനെ കൊണ്ടും സാധിച്ചില്ല. അവസാനം നാലാമത്തെ അറ്റംപ്റ്റ് നാമി ബ്രൂക്കിനെ രക്ഷിക്കാൻ വേണ്ടി പോകുന്നു. അവള് ബ്രൂക്കിനെ എടുത്തോണ്ട് വരാൻ നിൽക്കുന്ന സമയത്ത് അവളെ കണ്ട് ബ്രൂക്ക് തന്നെ പേടിച്ച് ഒച്ചുണ്ടാക്കി. അപ്പൊ ഉറങ്ങിക്കൊണ്ടിരിക്കുന്ന ബിഗ് മോം ശബ്ദം കേട്ട് ദേഷ്യം വന്ന് തന്റെ പ്രൊമത്തീസിനെ പിടിച്ച് പെട്ടെന്ന് തന്നെ നാമിക്ക് നേരെ അറ്റാക്ക് ചെയ്യുന്നു. അവളുടെ നേർക്ക് ബിഗ് മോം അറ്റാക്ക് ചെയ്യാൻ അടുത്തെത്തിയതും പെട്ടെന്നാണ് ജിംബെ ചാടി വന്ന് അവളെയും ബ്രൂക്കിനെയും എടുത്ത് തിരിച്ച് മിറർ വേൾഡിലേക്ക് പോകുന്നത്. അങ്ങനെ ബ്രൂക്കിനെ രക്ഷപ്പെടുത്തുക എന്നുള്ള അവരുടെ മിഷൻ അത് അവസാനം സക്സസ് ആയി. അങ്ങനെ അവർക്ക് ബ്രൂക്കിനെ കിട്ടി. എന്നാൽ അതിനേക്കാൾ ഞെട്ടിക്കുന്ന മറ്റൊരു സംഭവമുണ്ട്. ഇത്രയും നേരം അവർ വിചാരിച്ചു വെച്ചിരുന്നത് അവർക്ക് പോണിഗ്ലിഫ് കിട്ടിയിട്ടില്ല എന്നാണ്. പക്ഷേ ബ്രൂക്കിന് പോണിഗ്ലിഫ് കിട്ടി. ബ്രൂക്ക് ആ പോണിഗ്ലിഫ് അങ്ങ് എടുത്തു. അവരെല്ലാവരും പോണിഗ്ലിഫ് കിട്ടിയില്ല എന്ന് പറഞ്ഞ് വിഷമിക്കുമ്പോ ബ്രൂക്ക് വളരെ സിമ്പിൾ ആയിട്ട് പോണിഗ്ലിഫ് ഒക്കെ എപ്പോഴേ എടുത്തു. ഇന്നാ പിടിച്ചോ നിങ്ങളുടെ പോണിഗ്ലിഫ് എന്ന് പറഞ്ഞ് ബ്രൂക്ക് അവന്റെ സ്കള്ള് തുറന്ന് ആ പോണിഗ്ലിഫ് എടുത്ത് അവർക്ക് നേരെ നീട്ടി. അവന്റെ സ്കള്ളിന്റെ അകത്തായിരുന്നു അവൻ ആ പോണിഗ്ലിഫ് ഒളിച്ചു വെച്ചത്. പക്ഷെ ഇതല്ല അവിടുത്തെ വിഷയം. ബ്രൂക്ക് ആ പോണിഗ്ലിഫ് എടുത്ത് അവർക്ക് കൊടുക്കുമ്പോ അത് കണ്ട് എല്ലാവരും ഞെട്ടി തരിച്ചുപോയി. അതെന്തുകൊണ്ടാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായില്ലേ? ബിഗ് മോമിന്റെ സ്ഥലത്ത്, ബിഗ് മോമിന്റെ കൊട്ടാരത്തില് ബിഗ് മോം ഇടിച്ചു കയറി വരുന്നതിന്റെ ഒരു നിമിഷം മുമ്പ് ബ്രൂക്ക് ആ പോണിഗ്ലിഫ് ആരെയും പേടിക്കാതെ മിന്നൽ വേഗത്തിലെടുത്ത് അവനത് ഒളിച്ചു വെച്ചു. ഇതുവരെ ആരും ശ്രമിച്ചു പോലും നോക്കാത്ത അത്രയും ഡേഞ്ചറസ് ആയിട്ടുള്ള ഒരു കാര്യം നമ്മുടെ ബ്രൂക്ക് ചെയ്തെടുത്തു. ഇതിന് പുറമെ ഒന്നും സംഭവിക്കാത്തത് പോലെയുള്ള ബ്രൂക്കിന്റെ എക്സ്പ്രഷനും. ഏത് ബിഗ് മോം? ആരുടെ ബിഗ് മോം? അവളല്ല, അവളുടെ അച്ഛന്റെ വരെ പോണിഗ്ലിഫ് ഞാൻ എടുക്കും എന്നൊരു സ്റ്റാൻഡാണ് നമ്മുടെ ബ്രൂക്കിന്. ഇപ്പൊ അവർക്ക് കിട്ടേണ്ട പോണിഗ്ലിഫ് എല്ലാം കിട്ടി. ഇതേ സമയത്ത് കൊട്ടാരത്തിന്റെ മറ്റൊരു ഫ്ലോറിൽ നമ്മുടെ മറ്റുള്ള സ്ട്രോ ഹാറ്റ്സിനെ കുറിച്ച് ചിന്തിച്ചിരിക്കുന്ന സാഞ്ചി ഒരുപാട് ഇമോഷണൽ ആവുന്നുണ്ട്. അവന്റെ കൈകൊണ്ട് അവൻ പുഡിങ്ങിന് വേണ്ടി ഉണ്ടാക്കിയ ഓരോ ഭക്ഷണവും അതെല്ലാം അവന്റെ ഫ്രണ്ട്സിന് ഇഷ്ടപ്പെട്ട ഭക്ഷണമാണ്. ഈ കാര്യങ്ങളെല്ലാം ആലോചിച്ച് സങ്കടത്തോടെ ഇരിക്കുന്ന സാഞ്ചിയുടെ അടുത്തേക്ക് ബിഗ് മോമിന്റെ മറ്റൊരു മകൻ അവന്റെ അടുത്തേക്ക് വരുന്നു. എന്നിട്ട് അവൻ ആ ഫുഡ് കണ്ട് അതിൽ തൊടാൻ പോകുമ്പോ പെട്ടെന്നാണ് സാഞ്ചി അത് അവന്റെ ഫ്രണ്ട്സിന് ഇഷ്ടപ്പെട്ട ഭക്ഷണമാണ്, അതിൽ തൊടരുത് എന്ന് പറഞ്ഞ് അവനെ അടിച്ച് താഴെയിട്ട് സാഞ്ചി പെട്ടെന്ന് തന്നെ ആ ഭക്ഷണവുമായിട്ട് ക്യാസലിന്റെ പുറത്തേക്ക് ഓടിപ്പോകുന്നു. അവന്റെ ക്യാപ്റ്റനെ കാണാൻ വേണ്ടി. ലൂഫിയുടെ സ്വഭാവം എന്താണെന്ന് നന്നായിട്ട് സാഞ്ചിക്ക് അറിയാം. ഞാനിവിടെ നിനക്ക് വേണ്ടി കാത്തിരിക്കുമെന്ന് ലൂഫി പറഞ്ഞിട്ടുണ്ടെങ്കിൽ ലൂഫി അവിടെ തന്നെ ഉണ്ടാവും. അത് സാഞ്ചിക്ക് നന്നായിട്ട് അറിയാം. അതുകൊണ്ട് സാഞ്ചി ആ സ്ഥലം മുഴുവൻ അന്വേഷിക്കുന്നു അവന്റെ ക്യാപ്റ്റനെ കാണാൻ. സാഞ്ചി അടിച്ച് താഴെയിട്ട ബിഗ് മോമിന്റെ മകൻ അവനെ വെറുതെ വിട്ടിട്ടൊന്നുമില്ല. അവന്റെ മേലെ കൈവച്ചതിന്റെ ശിക്ഷ അത് അവൻ തന്നെ കൊടുത്തോളാമെന്ന് പറഞ്ഞ് അവൻ സാഞ്ചിയെ തേടി സാഞ്ചിയുടെ പുറകെ പോകുന്നു. അങ്ങനെ പോകുന്ന സമയത്താണ് മറ്റേതൊക്കെയോ ഗ്യാങ്സ്റ്റേഴ്സ് ചേർന്ന് അവനെ ഷൂട്ട് ചെയ്ത് താഴെ ഇടുന്നത്. അവനെ എന്തിന് ഷൂട്ട് ചെയ്തു എന്നറിയില്ല. ചിലപ്പോ സാഞ്ചിയുടെ പുറകെ പോയതുകൊണ്ടായിരിക്കാം. അതുപോലെ അവരെ ഷൂട്ട് ചെയ്തവർ ആരാണെന്ന് വെച്ചാൽ അവര് കപ്പൂൺ ഗ്യാങ് ബേജിയുടെ ടീമാണ്. അതിന് ബേജി ബിഗ് മോമിന്റെ ആളല്ലേ? അവന്റെ ടീം എന്തിന് ബിഗ് മോമിന്റെ മകനെ ഷൂട്ട് ചെയ്തു? ഈ ഒരു സംശയത്തിനുള്ള ഉത്തരം മിറർ വേൾഡിലുള്ള ജീംബെ അവന്റെ കൂടെയുള്ള സ്ട്രോ ഹാറ്റ്സിനോടും മറ്റുള്ളവരോടും പറയുന്നുണ്ട്. അതെന്താണെന്ന് വെച്ചാൽ അവർക്കറിയാത്ത മറ്റൊരു കാര്യമുണ്ട്. ഇവിടെ സംഭവിക്കാൻ പോകുന്ന മറ്റൊരു കാര്യം, ബിഗ് മോമിനെ എതിർക്കാൻ പോകുന്നത് അവര് മാത്രമല്ല, മറ്റൊരു ടീമും കൂടിയുണ്ട്. അവിടെ നടക്കാൻ പോകുന്ന കല്യാണം മുടക്കി ബിഗ് മോമിനെ കൊല്ലാൻ പോകുന്ന മറ്റൊരു ടീം. ആ ഒരു ടീമാണ് കപ്പൂൺ ഗ്യാങ് ബേജിയുടെ ടീം. ഈ ഒരു കാര്യമൊക്കെ ജീംബെ അറിഞ്ഞത് എങ്ങനെയാണെന്ന് വെച്ചാൽ നേരത്തെ സ്ട്രോ ഹാറ്റ്സിന്റെ കപ്പലിൽ ഉണ്ടായിരുന്ന പെക്കോംസിനെ പിടിച്ചോണ്ട് പോയത് കപ്പൂൺ ഗ്യാങ് ബേജിയുടെ ടീമാണെന്ന് നമുക്കറിയാം. പക്ഷെ അവനെ പിടിച്ചോണ്ട് പോയതിന്റെ കാരണം ബിഗ് മോമിനെ എതിർക്കാൻ പോകുന്നവരുടെ കൂട്ടത്തിൽ ബേജി ഉണ്ടെന്നുള്ള കാര്യം പെക്കോംസ് അറിഞ്ഞു. ആ കാര്യം പെക്കോംസ് ബിഗ് മോമിനെ അറിയിക്കുമെന്നായപ്പോ ബേജി അവനെ ഷൂട്ട് ചെയ്ത് സ്രാവുകൾ കിട്ടുകൊടുത്തു. എന്നാൽ ആ സമയത്ത് പെക്കോംസ് മരിച്ചില്ല. അവിടെ ഉണ്ടായിരുന്ന ജീംബയുടെ ആൾക്കാർ പെക്കോംസിനെ കണ്ട് അവനെ രക്ഷപ്പെടുത്തി. അതോടെ പെക്കോംസിനെ അറിയാവുന്ന എല്ലാ സത്യങ്ങളും അവൻ ജീംബയ്ക്ക് പറഞ്ഞു കൊടുത്തു. ഇങ്ങനെയാണ് എല്ലാ കാര്യങ്ങളും ജീംബെ അറിഞ്ഞത്. നമുക്കൊന്ന് ലൂഫിയിലേക്ക് തിരിച്ചു വന്നാൽ ബിഗ് മോമിന്റെ ആൾക്കാരുമായിട്ടുള്ള ഫൈറ്റില് അവൻ ആദ്യം ഒന്നും ഒട്ടും പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞില്ല. കാരണം ലൂഫി ഭക്ഷണം കഴിച്ചിട്ട് ഇപ്പൊ ഒരുപാട് സമയമായി. അവന് ഫൈറ്റ് ചെയ്യാൻ പോയിട്ട് ഒന്ന് എണീറ്റ് നിൽക്കാൻ പോലും ശക്തിയില്ല. പക്ഷേ ലൂഫി സാഞ്ചിക്ക് വേണ്ടി മാത്രം അവരെ എല്ലാവരെയും അടിച്ച് താഴെയിട്ടു. അവന് നേരെ വന്ന എല്ലാവരെയും തോൽപ്പിച്ച് അവൻ എവിടെ നിൽക്കാമെന്ന് സാഞ്ചിയോട് പറഞ്ഞോ ആ സ്ഥലത്ത് തന്നെ അവൻ എത്തി. ലൂഫിയെ അന്വേഷിച്ചു വരുന്ന സാഞ്ചി ആവട്ടെ അവനെ എല്ലാ സ്ഥലത്തും അന്വേഷിക്കുന്നുണ്ട്. കോരി ചൊരിയുന്ന മഴയത്ത് ലൂഫി എവിടെയാണെന്ന് അവന് കണ്ടുപിടിക്കാൻ കഴിയുന്നില്ല. അതുപോലെ അടികിട്ടി താഴെ കിടക്കുന്ന ഒരുപാട് ആൾക്കാരെ കണ്ട് അത് ലൂഫിയാണെന്ന് സാഞ്ചി തെറ്റിദ്ധരിക്കുന്ന പോലുണ്ട്. അങ്ങനെ ആ മഴയത്ത് അവന്റെ കയ്യിലുള്ള ഭക്ഷണവും പിടിച്ചോണ്ട് അവൻ ഓടി ഓടി ലൂഫിയെ അന്വേഷിച്ച് അവസാനം ലൂഫി ഇരിക്കുന്ന സ്ഥലം അതെവിടെയാണെന്ന് അവൻ കണ്ടുപിടിച്ചു. വിശന്ന് ക്ഷീണിച്ച് നിലത്തിരിക്കുന്ന അവന്റെ ക്യാപ്റ്റനെ അവൻ അവസാനം കണ്ടു. ലൂഫിയെ കാണുമ്പോൾ സാഞ്ചിയുടെ മുഖത്തുണ്ടാവുന്ന ആ സന്തോഷം തന്റെ ക്യാപ്റ്റനെ കാണുമ്പോൾ അവന്റെ കണ്ണ് നിറയുന്നുണ്ട്.